നിങ്ങൾ രാവിലെ 9:30 വന്നിരിക്കുന്ന ഇല്ലല്ലോ, ഇപ്പോഴല്ലേ വന്നുള്ളൂ? 10 മണിയപ്പോ വന്നാ? എന്റെ ക്ലാസ് വന്നു. എന്റെ ക്ലാസ് 11:30 തന്നെ അല്ലേ ഇട്ടെ? 11:30. 11 മണിയായിട്ടെ. ഞാൻ 11:30 പറഞ്ഞേ. സാറിന്റെ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല രാവിലെ? എടാ ഇതില് ഈ 5ാമത്തെ ചാപ്റ്ററില്ലേ, അത് ഏതോ മെറ്റീരിയലില് വേറെ പോലെ പ്രോപ്പർ ആയിട്ട് ഉണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ? ആ, ഇത് ബാക്കി ചാപ്റ്റേഴ്സ് പോലെ തന്നെ ഉള്ള ഏതെങ്കിലും ടെക്സ്റ്റ് ഉണ്ട്? ഇത് അഡീഷൻസ് ആയിട്ടല്ലേ 5th ചാപ്റ്റർ മൊത്തം കൊടുത്തിരിക്കുന്നത്? ആ ടെക്സ്റ്റിൽ അങ്ങനെയാണോ? ആ, ഇതില് പ്രോപ്പർ ആയിട്ടുണ്ടല്ലോ. ഇത് ഏത് ബുക്കാ? ഇതാണോ നിങ്ങളുടെ എല്ലാവരുടെ അടുത്തുള്ള ടെക്സ്റ്റ്? അത് നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലുള്ള ടെക്സ്റ്റ് അതാ, അതോ ഇതോ? ഇതിനകത്ത് ഫുൾ എഡിഷൻസ് ആയിട്ടാ കൊടുത്തിരിക്കുന്നത്. ആ, എങ്ങനെ ഇപ്പൊ ഈ ചാപ്റ്റർ എടുക്കോ? ഇത് ലാസ്റ്റ് എടുക്കാം. ഓക്കെ, IPR തുടങ്ങാം. SEZ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ, കുറച്ചും കൂടെ ബാക്കിയില്ലേ? കൊറേ കാലമില്ല ക്ലാസ് എടുത്തിട്ട്. മറ്റൊക്കെ തീരാനായോ? ടാക്സ് ഒക്കെ SEZ കഴിഞ്ഞായിരുന്നോ? കുറച്ചും കൂടെ ബാക്കിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് ഞാനത് കുറച്ചുകൂടെ ഉണ്ടല്ലേ. എവിടെ നിർത്തിയേ? അത് ഏതായിരുന്നു ചാപ്റ്റർ? അതിന്റെ ചാപ്റ്റർ നമ്പർ ഒന്ന് പറയോ? കുറച്ചു കാലേ ബാക്കിയുള്ളൂ. ആ, അതിൽ എവിടം വരെയാ ബാക്കിയുള്ളേ? ഈ ഡിമാർക്കേഷൻ ഒക്കെ എടുത്തതാ. എനിക്കൊന്ന് സെറ്റിംഗ് അപ്പ് യൂണിറ്റ് ഇൻ SEZ അതല്ലേ എടുക്കാൻ ബാക്കിയുള്ളേ അല്ലേ? മാർക്ക് ചെയ്ത് വെച്ച ആരെങ്കിലും ഉണ്ടോ? ആ, അത് തന്നെ ആയിരിക്കും. ഓക്കെ, SEZ മുന്നേ പഠിച്ചത് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ആ, ഡ്യൂട്ടി ഫ്രീ, എൻക്ലോസ്, സ്പെഷ്യൽ എൻക്ലോസ്ഡ് എക്കണോമിക് ഏരിയ ആണ് എന്ത്? SEZ. ഫോറിൻ ടെറിട്ടറി. അവിടുത്തെ ബാങ്കിങ് യൂണിറ്റ്സ് ഒക്കെ നമ്മൾ എന്തായിട്ടാ കൺസിഡർ ചെയ്യുക? ഓഫ് ഷോർ ബാങ്കിങ് യൂണിറ്റ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ടാക്സ് ഫ്രീ സോൺ ആണ്, GST ഇല്ല. ഓക്കെ, സീറോ സപ്ലൈസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതും ഇങ്ങോട്ട് വരുന്നതും എക്സ്പോർട്ടും ഇമ്പോർട്ടും ആയിട്ടാണ് എന്ത് ചെയ്യുക? കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോ നമുക്ക് SEZ ആക്കി അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം? ഒന്ന് പ്രപ്പോസൽ ആർക്ക് കൊടുക്കാം? ബോർഡിന് കൊടുക്കാം, അല്ലെങ്കിൽ ആർക്ക് കൊടുക്കാം? സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുക്കാം. ഓക്കെ, ഇനി ഒരു SEZ എങ്ങനെയാണ് ഒരു യൂണിറ്റ് സെറ്റപ്പ് ചെയ്യേണ്ടത്? സെറ്റിംഗ് അപ്പ് ഓഫ് എ യൂണിറ്റ് ഇൻ SEZ. എങ്ങനെയാണ് നമ്മൾ SEZ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് സെറ്റപ്പ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ ഒരാൾക്ക് ഇപ്പൊ ഒരു SEZ ഏതെങ്കിലും ഒരു യൂണിറ്റ് സെറ്റപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ അയാൾ അങ്ങനെ സെറ്റപ്പ് ചെയ്യാനായിട്ട് ഇന്റന്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ആർക്കൊരു പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യണം? ഡെവലപ്മെന്റ് കമ്മീഷണർ ആരാന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഡെവലപ്മെന്റ് കമ്മീഷണർക്ക് എന്ത് ചെയ്യണം? ഒരു പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, ഈ ഡെവലപ്മെന്റ് കമ്മീഷണർ ആ പ്രപ്പോസൽ ആരുടെ മുന്നിൽ വെക്കും? അപ്രൂവൽ കമ്മിറ്റീന്റെ മുന്നിൽ വെക്കും. ഓക്കെ, ആദ്യം ഡെവലപ്മെന്റ് കമ്മീഷണറിന് പ്രപ്പോസൽ കൊടുക്കണം. ആ പ്രപ്പോസൽ ഡെവലപ്മെന്റ് കമ്മീഷണർ അപ്രൂവൽ കമ്മിറ്റീന്റെ മുന്നിൽ അവരുടെ അപ്രൂവൽ കിട്ടാനായിട്ട് എന്ത് ചെയ്യും? പ്ലേസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് അപ്രൂവൽ കമ്മിറ്റിക്ക് എന്തൊക്കെയാ ചെയ്യാൻ പറ്റുക? ഒന്നെങ്കിൽ അപ്രൂവ് ചെയ്യാം അല്ലെ, രണ്ടാമതോ റിജക്ട് ചെയ്യാം, അല്ലെങ്കിൽ
സച്ച് ടേംസും കണ്ടീഷൻസും അല്ലെങ്കിൽ മോഡിഫിക്കേഷൻസും ഒക്കെ പറഞ്ഞിട്ട് ആ ടേംസിന്റെയും കണ്ടീഷൻസിന്റെയും മോഡിഫിക്കേഷൻസിന്റെയും കേറിൽ എന്ത് ചെയ്യാം, അത് അപ്രൂവ് ചെയ്യാം. ക്ലിയർ ആയോ? ഇനി ഒരു പ്രപ്പോസൽ റിജക്ട് ചെയ്യുന്നതിന് മുന്നേ എന്ത് കൊടുക്കണം? ഓപ്പർച്യൂണിറ്റി ഓഫ് ബീയിങ് ഹേർഡ് കൊടുക്കണം. ഓക്കെ, ക്ലിയർ ആയോ? ഇനി ക്യാൻസലേഷൻ ഓഫ് ലെറ്റർ ഓഫ് അപ്രൂവൽ ഗ്രാൻഡഡ് ടു ദി ഓൺട്രപ്രണർ. നമ്മൾ ഓൺട്രപ്രണറിന് നമ്മൾ കൊടുത്ത ഒരു ലെറ്റർ ഓഫ് അപ്രൂവൽ അല്ലെങ്കിൽ ഓൾറെഡി കിട്ടിയ ഒരു ലെറ്റർ ഓഫ് അപ്രൂവൽ എങ്ങനെയാണ് ക്യാൻസൽ ചെയ്യുക, അല്ലെങ്കിൽ ഏതൊക്കെ സിറ്റുവേഷനിലാണ് അത് ക്യാൻസൽ ചെയ്യാന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ആരാണ് ലെറ്റർ കൊടുക്കുക, ആരാണ് അപ്രൂവൽ കൊടുക്കുക? ആരാ അപ്രൂവൽ കൊടുക്കുക? അപ്രൂവൽ കമ്മിറ്റി അല്ലെ? അപ്രൂവൽ കമ്മിറ്റി അല്ല അപ്രൂവൽ കൊടുക്കുന്നത്. അപ്പൊ ആരാണത് ക്യാൻസൽ ചെയ്യുക? അപ്രൂവൽ കമ്മിറ്റി തന്നെയാണ് ക്യാൻസൽ ചെയ്യുക. ഓക്കെ, അപ്പൊ അപ്രൂവൽ കമ്മിറ്റിക്ക് എന്ത് ചെയ്യാം? ഇറ്റ് മേ ക്യാൻസൽ ദി ലെറ്റർ ഓഫ് അപ്രൂവൽ ഓഫ് എൻ ഓൺട്രപ്രണർ ആഫ്റ്റർ റീസണബിൾ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീയിങ് ഹേർഡ് ഹാസ് ബീൻ അഫോർഡഡ് ടു ദി ഓൺട്രപ്രണർ. അതായത് ഓൺട്രപ്രണറിന് ഒരു റീസണബിൾ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീയിങ് ഹേർഡ് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാം? ആ കൊടുത്ത അപ്രൂവൽ ലെറ്ററിൽ അപ്രൂവൽ അതോറിറ്റിക്ക് ക്യാൻസൽ ചെയ്യാം. ഇനി എന്തൊക്കെ ഗ്രൗണ്ട്സിന്റെ മേലെയാണ് ക്യാൻസൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, സാധാരണഗതിയിൽ എങ്ങനെയായിരിക്കും? എന്തെങ്കിലും പ്രൊവിഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ടേംസോ എന്തെങ്കിലും കണ്ടീഷൻസോ, ഏത് ടേംസിന്റെയും കണ്ടീഷൻസിന്റെയും മേലെയാണ് അപ്രൂവൽ കൊടുത്തത്, അതിൽ ഏതെങ്കിലും ഗ്രൗണ്ട്സ് ഒക്കെ കോൺട്രാവീൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? അത് ക്യാൻസൽ ചെയ്യാം. പെർസിസ്റ്റന്റ്ലി കോൺട്രാവീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കോൺട്രാവീൻ ചെയ്തുകൊണ്ടേ ഇരിക്കുക, പെർസിസ്റ്റന്റ് ആയിട്ട് അതിങ്ങനെ കോൺട്രാവീൻ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ ആകുമ്പോൾ അത് എന്ത് ചെയ്യാം? അത് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഇനി withdrawal of benefit where the letter of approval has been cancelled, the unit shall not from the date of such cancellation be entitled to any exemption, concession, benefit or deduction. ഇപ്പൊ സാധാരണ ഒരു SEZ സെറ്റപ്പ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു SEZ വർക്ക് ചെയ്യുന്ന യൂണിറ്റ്സിന് എന്തുണ്ടാവും? ഒരുപാട് എക്സെംഷൻസ് ഉണ്ടാവും. ഇപ്പൊ ടാക്സിന് എക്സെംഷൻസ് ഉണ്ടാവും, വേറെ റീജിയണൽ അതായത് ഒരുപാട് ലോസ്. സാധാരണ നമുക്ക് ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആണ് സാധാരണ ബാങ്ക്സിന് എന്ത് ചെയ്യുന്നത്? ഗവേൺ ചെയ്യുന്നത്. പക്ഷെ ആ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് SEZ എന്ത് ചെയ്യില്ല? ആപ്ലിക്കബിൾ ആവില്ല. അപ്പൊ ഒരുപാട് രാജ്യത്തെ മറ്റു ലോസ് SEZ എന്താവില്ല? ആപ്ലിക്കബിൾ ആവില്ല. അപ്പൊ SEZ ഉള്ളൊരു യൂണിറ്റിന് ഒരുപാട് ഡിഡക്ഷൻസും ഒരുപാട് എക്സെപ്ഷൻസും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഓൾറെഡി SEZ ഏതെങ്കിലും ഒരു യൂണിറ്റിന്റെ ഈ അപ്രൂവൽ ലെറ്റർ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാൻസൽ ചെയ്ത ആ ഡേറ്റ് തൊട്ട് പിന്നെ ആ യൂണിറ്റിന് എന്ത് കിട്ടില്ല? ഒരു എക്സെംഷനും ഒരു ക്ലെയിമും ഒരു ഡിഡക്ഷനും ഒന്നും എന്തും കിട്ടില്ല. ഓക്കെ, ഇനി അപ്രൂവൽ അതോറിറ്റി ഈ ലെറ്റർ ക്യാൻസൽ ചെയ്തതിന് ശേഷം ഒരു പ്രിസ്ക്രൈബ്ഡ് ടൈം പീരീഡിനുള്ളിൽ അതിന് അഗേൻസ്റ്റ് എന്ത് ചെയ്യാം? അപ്പീൽ പ്രിഫർ ചെയ്യാം. പ്രിസ്ക്രൈബ്ഡ് ടൈമിനുള്ളിൽ ഈ അപ്രൂവൽ അതോറിറ്റി ക്യാൻസൽ ചെയ്ത് ഇതിന് അഗേൻസ്റ്റ് എന്ത് ചെയ്യാം? ബോർഡ് ഓഫ് അപ്രൂവലിലേക്ക് അപ്പീൽ പോവാം. ക്ലിയർ ആയോ? ഇനി അടുത്തത് സെറ്റിംഗ് അപ്പ് ആൻ ഓപ്പറേഷൻ ഓഫ് ഓഫ് ഷോർ ബാങ്കിങ് യൂണിറ്റ്. ഓഫ് ഷോർ ബാങ്കിങ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സ്പെഷ്യൽ എക്കണോമിക് സോണിൽ സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഒരു ബാങ്കിന്റെ ബ്രാഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുക? ഓഫ് ഷോർ ബാങ്കിങ് യൂണിറ്റ്. അതായത് SEZ ഉള്ള ഒരു ബാങ്കിങ് യൂണിറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് ഓഫ് ഷോർ ബാങ്കിങ് യൂണിറ്റ്. ഓക്കെ, അപ്പോ ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന്റെ അടിയിൽ ഓൾറെഡി പെർമിഷൻ കിട്ടി SEZ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ആ ഒരു ബാങ്കിന്റെ ഒരു ബ്രാഞ്ചിനെയാണ് നമ്മൾ ഓഫ് ഷോർ ബാങ്കിങ് യൂണിറ്റ് എന്ന് പറയാം. ഓക്കെ, ഓഫ് ഷോർ ബാങ്കിങ് യൂണിറ്റ് നമ്മൾ എവിടെയാ സെറ്റ് ചെയ്യാ? എവിടെ സെറ്റ് ചെയ്യാ? SEZ അല്ലേ? അപ്പൊ ആപ്ലിക്കേഷൻ, ഒരു ഓഫ് ഷോർ ബാങ്കിങ് യൂണിറ്റ് സെറ്റ് ചെയ്യാനായിട്ടുള്ള ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ സെറ്റപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ആർക്കാ കൊടുക്കുക? ആർക്കാ കൊടുക്കണ്ടേ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിലെ ഫിനാൻഷ്യൽ സെക്ടറിന്റെ ഫുള്ള് മേജർ റെഗുലേറ്റർ ആരാ? NBFC ആണെങ്കിലും ബാങ്ക് ആണെങ്കിലും മറ്റ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെന്നുണ്ടെങ്കിലും ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും മേജർ റെഗുലേറ്റർ ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, അപ്പോൾ ഒരു SEZ ഒരു ഓഫ് ഷോർ ബാങ്കിങ് യൂണിറ്റ് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിലും ആർക്കാണ് നമ്മൾ പെർമിഷൻ കൊടുക്കേണ്ടത്? ആർക്കാണ് ഇത് കൊടുക്കേണ്ടത്? ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് RBIക്ക് തന്നെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ക്ലിയർ ആയോ? ഇനി അടുത്തത് സെറ്റിംഗ് അപ്പ് ഓഫ് ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ സർവീസസ് സെന്റർ. IFSC എന്താ? സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ സർവീസ് സെന്ററിനെയാണ് എന്താ പറയാ? IFSC എന്ന് പറയാം. അതായത് ഇന്റർനാഷണൽ ബാങ്കിങ് ട്രാൻസാക്ഷൻസും ഇന്റർനാഷണൽ ആക്ടിവിറ്റീസും ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൺട്രീന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഉള്ള ഒരു സംഭവമാണ് എന്ത്? ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ സർവീസ് സെന്റർ. ഇന്ത്യയിലെ IFSC എവിടെയാ? ഇന്ത്യയിലെ ആദ്യത്തെ IFSC എവിടെയാ? ഗുജറാത്തില്. ഗിഫ്റ്റ് സിറ്റി കേട്ടിട്ടുണ്ടോ? അതാണ് ഇന്ത്യയിലെ IFSC. ഓക്കെ, ഗുജറാത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ആണ്
എന്തിന് അപ്രൂവൽ കൊടുക്കുക? ഒരു IFSC സെറ്റ് ചെയ്യാനായിട്ടുള്ള സെറ്റപ്പ് ചെയ്യാനായിട്ടുള്ള അപ്രൂവൽ കൊടുക്കുക സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഓക്കെ, അപ്പോ ഒരു SC സെറ്റിൽ ഒരു IFSCക്ക് എന്ത് ചെയ്യുള്ളൂ? അപ്രൂവൽ കൊടുക്കുള്ളൂ. ഓക്കെ, സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ് ഓൺലി 1 IFSC in 1 SC സെറ്റ്. ഒരു SC സെറ്റിൽ ഒരു IFSCക്ക് ഉള്ള അപ്രൂവൽ കൊടുക്കുള്ളൂ. ക്ലിയർ ആയോ? ഇനി അടുത്തത് ഫെസിലിറ്റീസ് ആൻഡ് ഇൻസെന്റീവ്സ് ടു SC സെറ്റ്. അപ്പോൾ ഇൻസെന്റീവ്സ് ആൻഡ് ഫെസിലിറ്റീസ് ഓഫർഡ് ടു ദി യൂണിറ്റ്സ് ഇൻ SC സെറ്റ് ഫോർ അട്രാക്ടിംഗ് ദി ഇൻവെസ്റ്റ്മെന്റ് ടു SC സെറ്റ്സ് ഇൻക്ലൂഡിംഗ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്. അതായത് ഈ SC സെറ്റിൽ ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയില്ലേ? ഇൻവെസ്റ്റ്മെന്റ്സ് എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് എന്താ? നിക്ഷേപം അല്ലെ? ഇൻസെന്റീവ്സ് എന്താ? ആനുകൂല്യങ്ങൾ. ഓക്കെ, അതായത് നമ്മൾ നല്ലപോലെ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നല്ല ആ ഒരു കാര്യം നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ആനുകൂല്യങ്ങളെയാണ് നമ്മൾ എന്താ പറയാ? ഇൻസെന്റീവ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ SC സെറ്റിലേക്ക് ഈ ഇൻവെസ്റ്റ്മെന്റ്സും മറ്റു കാര്യങ്ങളും ഒക്കെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ എന്തൊക്കെ ഫെസിലിറ്റീസും ഇൻസെന്റീവ്സും ഒക്കെയാണ് അവിടെ കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഡ്യൂട്ടി ഫ്രീ ഇമ്പോർട്ട് ഡൊമസ്റ്റിക് പ്രൊക്യൂർമെന്റ് ഓഫ് ഗുഡ്സ് ഫോർ ഡെവലപ്മെന്റ്. ഡ്യൂട്ടി ഇല്ല. ഓക്കെ, കസ്റ്റംസും ചാർജസും ഒന്നുമില്ല. SC സെറ്റിലേക്ക് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഗുഡ്സിന് ഡ്യൂട്ടി ഫ്രീ ഇമ്പോർട്ട്സ് ആണ്. 100% ഇൻകം ടാക്സ് എക്സംഷൻ ഓർ എക്സ്പോർട്ട് ഇൻകം ഓഫ് SC സെറ്റ് അണ്ടർ Section 10AB of the Income Tax Act for the first 5 years, 50% for the next 5 years, and thereafter 50% of the plot back export profit for the next 5 years. അതായത് ആദ്യത്തെ 10 വർഷം എന്താണ്? 100% ഒരു SC സെറ്റിലേക്ക് നമ്മൾ എക്സ്പോർട്ട്സ് നടത്തി ആ കിട്ടുന്ന എക്സ്പോർട്ട് ഇൻകത്തിൽ നിന്ന് 100% ഇൻകം ടാക്സ് എക്സംഷൻ ആയിരിക്കും. ക്ലിയർ ആയോ? ഞാനിപ്പോ എന്ത് ചെയ്യാ? ഒരു SC സെറ്റിലേക്ക് എക്സ്പോർട്ട്സ് നടത്തിക്കൊണ്ടിരിക്കുക. ആ എക്സ്പോർട്ട് നടത്തുമ്പോൾ എനിക്ക് കിട്ടുന്ന ഇൻകം ടാക്സബിൾ ഇൻകം അല്ലേ സാധാരണഗതിയിൽ, അല്ലേ? പക്ഷെ നമ്മൾ ഒരു SC സെറ്റിലേക്ക് നടത്തുന്ന എക്സ്പോർട്ട് ഇൻകത്തില് 100% ടാക്സ് എക്സംഷൻ ആണ് എന്ത്? ആദ്യത്തെ 10 വർഷം. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള 5 വർഷം 50%. അങ്ങനെയാണ് ടാക്സ് എക്സംഷൻ വരുന്നത്. ഓക്കെ, പിന്നെ എക്സംഷൻ ഫ്രം മിനിമം ഓൾട്ടർനേറ്റ് ടാക്സ് അണ്ടർ 151JB ഓഫ് ദി ഇൻകം ടാക്സ് ആക്ട്. മിനിമം ഓൾട്ടർനേറ്റ് ടാക്സ് എന്ന് പറയുന്നത് കമ്പനീസിന് വരുന്ന ഒരു ടാക്സ് ആണ് MAT. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് എന്തുണ്ട്? എക്സംഷൻ ഉണ്ട്. ഓക്കെ, പിന്നെ എക്സംഷൻ ഫ്രം സെൻട്രൽ സെയിൽസ് ടാക്സ്, എക്സംഷൻ ഫ്രം സർവീസ് ടാക്സ് ആൻഡ് എക്സംഷൻ ഫ്രം സെയിൽസ് ടാക്സ്. സെൻട്രൽ സെയിൽസ് ടാക്സ്, സ്റ്റേറ്റ് സെയിൽസ് ടാക്സ്, സർവീസ് ടാക്സ്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എന്തുണ്ട്? SC സെറ്റിന് എക്സംഷൻ ഉണ്ട്. ഓക്കെ, ഇതെല്ലാം ഇപ്പം മാറിയിട്ട് എന്താക്കിയിട്ടുണ്ട്? GST 1 nation 1 ടാക്സ് വന്നപ്പോൾ വേറെ ഒരുപാട് VAT, ഇതേപോലത്തെ സെൻട്രൽ സെയിൽസ് ടാക്സ്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ സബ്സ്യൂം ചെയ്തിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? GST വന്നിട്ടുള്ളത്. അപ്പം GST എന്താണ്? GSTന്റെ അടിയിലും ഫുൾ എക്സംഷൻ ആണ്. കാരണം സീറോ സപ്ലൈസ് അല്ലേ? സീറോ സപ്ലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് ഇല്ലാത്ത സപ്ലൈസ്. എക്സെംപ്റ്റ് സപ്ലൈസ് ഉണ്ട്. എക്സെംപ്റ്റ് സപ്ലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? GSTന്റെ പെർവ്യൂവിന്റെ പുറത്തുള്ള സപ്ലൈസ്. ഓക്കെ, അതായത് GSTന്റെ പെർവ്യൂവിന് പുറത്തുള്ള എക്സെംപ്റ്റഡ് ആയിട്ടുള്ള സപ്ലൈസിന് നമ്മൾ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? GST കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ സീറോ സപ്ലൈസ് ഉണ്ട്. സീറോ സപ്ലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സെംപ്റ്റഡ് അല്ല, പക്ഷെ എന്നാലും അതിൽ എന്താണ്? ടാക്സബിൾ അല്ല, സീറോ ടാക്സ് ആണ്. അതാണ് സീറോ സപ്ലൈസ്. അപ്പോൾ ഈ GSTയിൽ SC സെറ്റിലേക്ക് കൊടുക്കുന്ന സപ്ലൈസ് GSTന്റെ അടിയിൽ സീറോ സപ്ലൈസ് ആണ്. എന്തായിട്ടാണ് എന്ത് ചെയ്യുക? കൺസിഡർ ചെയ്യാം. ഓക്കെ, അതർ ലെവീസ്. ഇനി റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് ഗവൺമെന്റ് വേറെ എന്തെങ്കിലും ലെവീസ് ഒക്കെ ഇമ്പോസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ മേലെയും എന്തുണ്ട്? എക്സംഷൻ ഉണ്ട്. സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ഫോർ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ അപ്രൂവൽസ്. അതായത് സെൻട്രൽ അപ്രൂവലും സ്റ്റേറ്റ് അപ്രൂവലും ഒക്കെ എടുക്കാനായിട്ട് നമ്മൾ ആദ്യം അവിടെ പോകണം, പിന്നെ ഇവിടെ പോകണം, പിന്നെ അവിടെ നിന്ന് അപ്രൂവൽ എടുക്കണം. അങ്ങനെ പല സ്ഥലത്ത് പോകേണ്ട ആവശ്യമില്ല. ഒരൊറ്റ സിംഗിൾ വിൻഡോന്ന് തന്നെ നമുക്ക് എല്ലാ അപ്രൂവലും എന്ത് ചെയ്യും? ഒരു SC സെറ്റ് തുടങ്ങാനായിട്ട് കിട്ടും. ഇനി SC സെറ്റ് റൂൾസ്. സെൻട്രൽ ഗവൺമെന്റ് ഹാസ് പവർ ടു മേക്ക് റൂൾസ് ആൻഡ് ഗെറ്റ് ദി സെയിം ടു ബി പബ്ലിഷ്ഡ് ഇൻ ദി ഒഫീഷ്യൽ ഗസറ്റ് ആൻഡ് ബി ലേഡ് ബിഫോർ ഈച്ച് ഹൗസ് ഓഫ് പാർലമെന്റ്. ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റിന് SC സെറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഫ്രം ടൈം ടു ടൈം എന്തെങ്കിലുമൊക്കെ റൂൾസ് ഉണ്ടാക്കണം തോന്നുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അവർക്ക് റൂൾസ് ഉണ്ടാക്കിയിട്ട് പാർലമെന്റ് 2 ഹൗസിന്റെ മുന്നേ ലേ ചെയ്തിട്ട് അത് എന്ത് ചെയ്യാം? പാസ്സാക്കാം. ഓക്കെ, സ്പെഷ്യൽ എക്കണോമിക് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ സ്പെഷ്യൽ എക്കണോമിക് സോൺ റൂൾസ് ഓഫ് 2006 സെൻട്രൽ ഗവൺമെന്റ് പാസ് ചെയ്തിട്ട് അത് എന്ത് ചെയ്തിട്ടുണ്ട്? നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി റൈറ്റ്സ് ഓഫ് അപ്പലന്റ് ടു അപ്പിയർ ബിഫോർ ദി ബോർഡ്. അക്കോർഡിംഗ് ടു സെക്ഷൻ 61 ഓഫ് സ്പെഷ്യൽ എക്കണോമിക് റൂൾസ്, ഏതെങ്കിലും ഒരാള്
മറ്റേ ഏതെങ്കിലും ഒരു ഓർഡറിന്റെ മേലെ അഗ്രീവ്ഡ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും അപ്രൂവൽ അതോറിറ്റി എന്തെങ്കിലും പ്രപ്പോസൽ റിജക്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാൻസൽ ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ത്രൂ, അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടന്റ് ത്രൂ, അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറീസ് ത്രൂ എന്ത് ചെയ്യാം? ബോർഡിലേക്ക് അവർക്ക് അപ്പീൽ ചെയ്യാം. ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? SEZ ആക്ട് മറ്റേ ചാപ്റ്റർ സോർ എടുക്കുമോ? 5ാമത്തെ ചാപ്റ്റർ പക്ഷെ ഇതിൻ്റെ അത് പ്രോപ്പർ ആയിട്ടില്ല. എഡിഷൻസ് വായിക്കാൻ പോലും തോന്നുന്നില്ല. ഞാനത് എക്സാമിന് ഞാൻ പഠിച്ചിട്ടില്ല ചാപ്റ്റർ. അതുകൊണ്ട് ഞാൻ അത് പഠിക്കണം. നമുക്ക് IPR എടുക്കാം. IPR സ്റ്റാർട്ട് ചെയ്യാം. മറ്റേ ചാപ്റ്റർ ഞാൻ ലാസ്റ്റ് എടുത്തു തരാം. പക്ഷെ അത് ആ മെറ്റീരിയൽ കിട്ടുമായിരുന്നെങ്കിൽ നല്ലായിരുന്നു. ഇതിൻ്റെ അകത്ത് ഫുൾ അഡീഷൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ICSIന്റെ ടെക്സ്റ്റ് വെച്ചെടുത്താലോ? കുഴപ്പമുണ്ടോ? അത് ചെക്കാം. ICSIന്റെ ടെക്സ്റ്റിൽ അത്യാവശ്യം എത്ര പേജ് ഉണ്ടടാ? ആ ഫസ്റ്റ് ഇൻഡെക്സിൽ നോക്കി നോക്ക്. പക്ഷെ അതിൽ ഫുൾ ഉണ്ടാവും അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം ആ ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. FTP ഫോറിൻ ട്രേഡ് പോളിസി എന്തോ ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന്. എത്ര പേജ് ഉണ്ട്? 1070. അതുകൊണ്ടാണ് ഞാനത് പഠിക്കാൻ. കുഴപ്പമില്ല, എടുക്കാം. 20 പേജേ ഉള്ളൂ. 80 പേജ് എന്ന് പറഞ്ഞ 20 പേജല്ലോ. എടാ 5th ചാപ്റ്ററാ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മെറ്റീരിയൽ അല്ലേ? അത് ICSIന്റെ മെറ്റീരിയൽ അല്ലേ? ആണോ? നോക്കാം, എന്തേലും ചെയ്യാം. IPR എടുക്കാം. എല്ലാം പഠിച്ചോ? IPR, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. IPR നിങ്ങൾക്കൊക്കെ കമ്പനിയിലൊക്കെ ഓർമ്മയുണ്ടോ? മറന്നുപോയോ? സ്റ്റാർട്ട് ചെയ്യാം. 15th ചാപ്റ്റർ ആദ്യം എടുക്കാം കേട്ടോ. ചെറിയ ചാപ്റ്റർ, ജസ്റ്റ് അതിനെ പറ്റിയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നത് IPRനെ പറ്റിയിട്ട്. പിന്നെയാണ് മെയിൻ ചാപ്റ്റേഴ്സ് വരുന്നത് 16, 17, 18, 19. ഈ മാസം അവസാനം ആകുമ്പോഴേക്കും നിങ്ങളുടെ പോർഷൻ തീരുമോ? ആണോ? ഈ മാസം കൊണ്ട് തീർക്കാം. എന്താ IPR? എന്താ
അതെനിക്കറിയാം. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്താ? ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് എന്താണ് നമ്മൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കുന്ന സാധനങ്ങൾക്ക് എന്ത് വേണം? പ്രൊട്ടക്ഷൻ വേണം അല്ലേ? അതായത് ഇൻടാഞ്ചിബിൾ റൈറ്റ്സ്. ഓക്കെ, അതായത് നമുക്ക് കണ്ണുകൊണ്ട് കാണാനും അറിയാനും പറ്റാത്ത സാധനങ്ങൾക്ക്, തൊടാനും പറ്റാത്ത സാധനങ്ങൾക്ക്. ഇപ്പൊ എൻ്റെ ഒരു ബ്രാൻഡ്, ഓക്കെ, എൻ്റെ ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞ സാധനം, എൻ്റെ ഒരു ബ്രാൻഡ് അവിടെ ഉണ്ട്, ഓക്കെ, പക്ഷെ അതെനിക്ക് ഇങ്ങനെ കൈമോട് എടുത്ത് പിടിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് എൻ്റെ ഒരു ബ്രാൻഡ്. അഡിഡാസ് അല്ലെങ്കിൽ പ്യൂമ. ഇപ്പൊ എനിക്കൊരു ഷൂസ് എടുത്തിട്ട് ഇതാണ് എൻ്റെ ബ്രാൻഡ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. ആ അഡിഡാസ് അല്ലെങ്കിൽ ആ പ്യൂമ എന്ന് പറയുന്ന സാധനം എന്താണ്? അതൊരു ഇൻടാഞ്ചിബിൾ പ്രോപ്പർട്ടി അല്ലേ? അല്ലേ? ഇപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫോൺ, ഇതെന്റെ ഫോൺ, ഇതെന്താണ്? എൻ്റെ ഫോണിന്റെ മേലുള്ള റൈറ്റ്, ഇതൊരു ടാഞ്ചിബിൾ റൈറ്റ് ആണ്. അല്ലെങ്കിൽ എൻ്റെ പ്രോപ്പർട്ടി എന്ത് ചെയ്യാം? ഈ വുഡ് അല്ലെങ്കിൽ ഈ ബിൽഡിങ്, ഇതൊക്കെ എന്താണ്? ടാഞ്ചിബിൾ റൈറ്റ്സ് ആണ്. ഇൻടാഞ്ചിബിൾ, ഇപ്പൊ ഗുഡ് വില്ല്, റെപ്യൂട്ടേഷൻ, ഇതെന്നൊക്കെ പറയുന്നത് എന്താണ്? ഇൻടാഞ്ചിബിൾ റൈറ്റ്സ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് 5 ടൈപ്പ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആണ് വരുന്നത്. ഞാൻ ഓരോന്നും ചോദിക്കാം, അതെന്താ നിങ്ങൾ പറയാം. പേറ്റന്റ്, ഫസ്റ്റ് വൺ. എന്താ പേറ്റന്റ്? എന്താ? പുതിയ ഇൻവെൻഷൻസ് എന്ന് പറയുന്നത് എന്താണ്? പേറ്റന്റ് ആണ്. ഓക്കെ, അതായത് നമ്മൾ ഇപ്പൊ ഈ നാട്ടിലൊന്നും ഇല്ലാത്ത, ഇപ്പൊ നിലവിലില്ലാത്ത പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു സാധനം ഒരാൾ കണ്ടുപിടിക്കുമ്പോൾ, ഒരു പുതിയ ടെക്നോളജി ഉപയോഗിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഉപയോഗിച്ചോ ഇപ്പൊ നിലവിൽ ഇവിടെ ഒന്നും ഇല്ലാത്ത അല്ലെങ്കിൽ ലോകത്തില്ലാത്തൊരു കാര്യം പുതിയതായിട്ട് ഒരാൾ ഇന്നോവേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന നോവൽ ആയിട്ടുള്ള ഇൻവെൻഷൻസിന് നമ്മൾ കൊടുക്കുന്ന പ്രോപ്പർട്ടി റൈറ്റ് ആണ് എന്ത്? പേറ്റന്റ്. ഓക്കെ, നിങ്ങൾ ബസ്മതി റൈസ് കേട്ടിട്ടുണ്ടോ? ബസ്മതി റൈസ് അല്ലേ? ബസ്മതി റൈസ് എന്താണ്? പേറ്റന്റഡ് ആണ്. ഓക്കെ, അതായത് ബസ്മതി റൈസ് എന്ന് പറഞ്ഞ ആ ഒരു സംഭവം ഇല്ലേ, അത് പുതിയൊരു ടെക്നോളജി വരെ ഹൈബ്രിഡ് ആയിട്ട് അവര് എന്താണ് പുതിയൊരു ടെക്നോളജി ഉപയോഗിച്ച് ബ്രീഡ് ചെയ്ത് കൊണ്ടുവന്ന ഒരു സാധനമാണ് എന്ത്? ബസ്മതി റൈസ്. അതെന്താണ്? അത് പേറ്റന്റഡ് ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് വൺ, കോപ്പിറൈറ്റ്. കോപ്പിറൈറ്റ് എന്താ? ലിറ്റററി, ആർട്ടിസ്റ്റിക്, ഡ്രമാറ്റിക് വർക്ക്സിന് കൊടുക്കുന്ന, നമ്മുടെ പുതിയതായിട്ടുള്ള, അതായത് ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഞാനൊരു ബുക്ക് എഴുതി, ഓക്കെ, അത് പുതിയ കോപ്പി അടിച്ച് എഴുതുന്ന ബുക്കല്ല, ഞാൻ സ്വന്തമായിട്ട് എൻ്റെ സ്വന്തം ക്രിയേഷൻ ആയിട്ട് ഞാനൊരു ബുക്ക് എഴുതി, അല്ലെങ്കിൽ ഞാനൊരു പാട്ടുണ്ടാക്കി, അല്ലെങ്കിൽ ഞാനൊരു പാട്ടിനൊരു ട്യൂൺ കൊടുത്തു, ഓക്കെ, ഇതൊക്കെ, അല്ലെങ്കിൽ ഞാനൊരു ഡാൻസ് പെർഫോമൻസ് ചെയ്തു, എൻ്റെ സ്വന്തം കൊറിയോഗ്രാഫിയിൽ ഞാനൊരു ഡാൻസ് പെർഫോമൻസ് ചെയ്തു. അപ്പൊ ലിറ്റററി, ഡ്രമാറ്റിക്, ആർട്ടിസ്റ്റിക് വർക്ക്സിന്, ഒരാൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ലിറ്റററി, ഡ്രമാറ്റിക്, ആർട്ടിസ്റ്റിക് വർക്ക്സിന് കൊടുക്കുന്ന പ്രോപ്പർട്ടി റൈറ്റ് പ്രൊട്ടക്ഷൻ ആണ് എന്ത്? കോപ്പിറൈറ്റ്. ഓക്കെ, ഇനി അടുത്ത ട്രേഡ് മാർക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. എന്താ ട്രേഡ് മാർക്ക്? എന്താ? ട്രേഡോ? ഏതാടാ? അത് GI. ഓക്കെ, ട്രേഡ് മാർക്ക് എന്താ? നമ്മുടെ സ്വന്തമായിട്ടുള്ള എന്ത് സാധനം? ബ്രാൻഡുകൾ. ഓക്കെ, പേര് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്ന ഒരു ബ്രാൻഡിന് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രോപ്പർട്ടി പ്രൊട്ടക്ഷൻ ആണ് എന്ത്? ട്രേഡ് മാർക്ക്. ഫോർ എക്സാമ്പിൾ സ്റ്റാർബക്സ്, അഡിഡാസ്, പ്യൂമ, എല്ലാം. ഓക്കെ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്താണ്? ട്രേഡ് മാർക്കാണ്. ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മേളിൽ ഇങ്ങനെ ഒരു ഇതുണ്ടാവും. കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? TM എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടാവും അതിൻ്റെ അകത്ത്. കോപ്പിറൈറ്റ് ആണെങ്കിൽ എന്തുണ്ടാവും? CR എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇതുണ്ടാവും. ഓക്കെ, യെസ്. ഇനി അടുത്തത് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ. ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്താ? ഒരു സ്ഥലത്തിനെ പ്രതിനിധീകരിച്ച്, അതായത് ആ ഒരു റീജിയനിൽ മാത്രം കിട്ടുന്ന ഒരു സാധനം, അവിടുത്തെ ഒരു ഡെലിക്കസി, അവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി, ആ ഒരു റീജിയന്റെ ഒരു ക്വാളിറ്റി കൊണ്ട് അറിയപ്പെടുന്ന സാധനങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന സംഭവമാണ് എന്ത്? ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ. ഫോർ എക്സാമ്പിൾ പഷ്മീന ഷോൾസ് കേട്ടിട്ടുണ്ടോ? പഷ്മീന ഷോൾസ് ഇത് എവിടുന്ന? കാശ്മീർ. ഓക്കെ, അപ്പൊ പഷ്മീന ഷോൾസ് ഇപ്പൊ വേറെ പല സ്ഥലത്തു നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? അവർ മാനുഫാക്ചർ ചെയ്ത് ഇറക്കുന്നുണ്ട്. പക്ഷെ ആക്ച്വൽ പഷ്മീന ഷോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടുന്ന് വരുന്നതാ? കാശ്മീർ. അതേപോലെ ഡാർജിലിംഗ് ടീ, ബനാറസി സിൽക്ക്, കാഞ്ചീപുരം സാരീസ്, ഇതൊക്കെ കേട്ടിട്ടുണ്ടോ? അതൊക്കെ എന്താണ്? ആ ഒരു റീജിയന്റെ സ്പെഷ്യാലിറ്റി കൊണ്ട് പോപ്പുലർ ആയി ആ ഒരു സ്ഥലത്ത് മാത്രം കിട്ടുന്ന ഒരു ക്വാളിറ്റിയാണ്. ആ ഒരു ക്വാളിറ്റി കൊണ്ട് ലോകം അറിയപ്പെട്ട സംഭവങ്ങളാണ്. അപ്പൊ ആ ഒരു റീജിയനിലെ ഒരു സംഭവം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന പ്രോപ്പർട്ടി റൈറ്റ് ആണ് എന്ത്? GI. അതൊരാൾക്കല്ല കിട്ടുക. ഓക്കെ, ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ 3 പേറ്റന്റും 3 കോപ്പിറൈറ്റും ഇൻഡിവിജ്വൽസിനെ കിട്ടും.
പക്ഷെ GI എന്തല്ല, ഒരു ഇൻഡിവിജ്വലിനായിട്ട് കൊടുക്കുന്ന ട്രേഡ് മാർക്ക് അല്ല, അതൊരു കോപ്പിറൈറ്റ് IPR അല്ല, അതൊരു റീജിയണിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന IPR ആണ്. ഓക്കെ. പിന്നെ ലാസ്റ്റ്ലി ഡിസൈൻസ് ആക്ട്. ഡിസൈൻസ് ആക്ട് എന്തായിരിക്കും? ഡിസൈൻ. ഓക്കെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കൊക്കോകോളയുടെ കുപ്പിക്ക് ഒരു ഡിസൈൻ ഇല്ലേ? അതൊക്കെ എന്താണ്? ഡിസൈൻസ് ആണ്. ഷേപ്പോ സൈസോ കളറോ ആ ഒരു ഫോമോ ഒക്കെ കൊണ്ടുവരുന്ന ഇതാണ് എന്ത്? ഡിസൈൻ. അതിന് കൊടുക്കുന്ന IPR ആണ് ഡിസൈൻസ് ആക്ടിന്റെ അടിയിൽ പറയണം. അപ്പൊ ഇതാണ് നമ്മൾ പഠിക്കണ 5 IPR. ഓക്കെ. ഈ 5 പാഠം പഠിച്ച 40 മാർക്ക് കിട്ടും. ഓക്കെ. ഈ 5 ചാപ്റ്ററിൽ നിന്ന് 40 മാർക്ക് വരും, ഉറപ്പായിട്ടും വരും. ഓക്കെ. എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് ആണ്, കുറച്ചുണ്ട് പഠിക്കാൻ. പക്ഷെ ആ ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ് ആണ് ബൾക്കി. GIയും ഡിസൈൻസും ഭയങ്കര ചെറിയ ചാപ്റ്റേഴ്സാ. ഓക്കെ. യെസ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഇന്റലക്ച്വൽ ഫെസിലിറ്റി അല്ലെങ്കിൽ ഫാക്കൽറ്റി വെച്ചിട്ട് നമ്മൾ, അല്ലെങ്കിൽ ഒരു ഇന്റലക്ച്വൽ ഫാക്കൽറ്റി എക്സസൈസ് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഒരു സാധനത്തിന് അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിക്ക് കൊടുക്കുന്ന റൈറ്റ് ആണ് എന്ത്? ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്. നമ്മുടെ ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു കപ്പാസിറ്റി എക്സസൈസ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ എന്ത് പറയുക? ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുക. ഓക്കെ. അപ്പോൾ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഈസ് എ വൈറ്റൽ കോമ്പണന്റ് ഓഫ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് എ ടൂൾ ഫോർ കോർപ്പറേറ്റ് കോമ്പറ്റീറ്റീവ്നെസ് ഇൻ ടുഡേസ് ഹൈലി കോമ്പറ്റീറ്റീവ് ഗ്ലോബൽ മാർക്കറ്റ്. ഇന്നത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റിൽ ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? എക്കണോമിക് ഗ്രോത്തിന് അത്യാവശ്യമായിട്ട് കൊടുക്കേണ്ട ഒരു ടൂൾ ആണ്. കാരണം എന്താ? എന്തുകൊണ്ട് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ കാര്യം എന്താ? പ്രൊട്ടക്ഷൻ കൊടുക്കും അല്ലേ? ഇപ്പോ നിങ്ങൾ എല്ലാവരും ഈ ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രം വാങ്ങുന്ന ഒരു കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ, ഇല്ലേ? ഇല്ലേ? ഈ ഗുച്ചി പോലത്തെ സാധനങ്ങൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഡയർ പോലത്തെ സാധനങ്ങൾ അത്രയും കാശ് കൊടുത്ത് ആൾക്കാർ വാങ്ങാനുള്ള റീസൺ എന്താ? അതിന്റെ ക്വാളിറ്റി അല്ലെ? ചില ആളുകളുണ്ട് ആ ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് അത്രയും കാശ് മുടക്കാൻ റെഡി ആയിട്ടുള്ള ആളുകളുണ്ട് അല്ലെ? അപ്പൊ ഇങ്ങനത്തെ അവർ അത്രയും കാലത്തെ അവരുടെ ഒരു വർക്ക് കൊണ്ട് അവർ ഓൺ ചെയ്തെടുത്ത ഒരു റെപ്യൂട്ടേഷൻ, ആ ഒരു ബ്രാൻഡ്, അതിനൊരു പ്രൊട്ടക്ഷൻ കൊടുത്തില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? ബാക്കി ആൾക്കാരൊക്കെ അതിനെ കോപ്പി ചെയ്യും, ചാത്ത സാധനങ്ങൾ ഉണ്ടാക്കും അല്ലെ? അപ്പൊ ആൾക്കാരത് ശരിക്കും ഉള്ളതാണെന്ന് വിചാരിച്ചിട്ട് പോയിട്ട് എന്ത് ചെയ്യും? ആ ഡ്യൂപ്ലിക്കേറ്റ് സാധനം വാങ്ങും. അതിന് മറ്റേതിന്റെ ക്വാളിറ്റി ഉണ്ടാവില്ല. അപ്പൊ അതിന്റെ ക്വാളിറ്റി ഉണ്ടാവാതിരിക്കുമ്പോ ആരുടെ ബ്രാൻഡിനെയാണ് അത് എഫക്ട് ചെയ്യുക? ഒറിജിനൽ ആയിട്ട് പ്രോപ്പർ ക്വാളിറ്റി ഉപയോഗിച്ച സാധനം കൊടുക്കുന്ന ആൾക്കാരുടെ ബ്രാൻഡിനെ അത് എന്ത് ചെയ്യും? എഫക്ട് ചെയ്യും. ഇപ്പൊ നമ്മൾ ഡൽഹിയിലൊക്കെ പോയി കഴിഞ്ഞാലേ നമ്മുടെ ബിസ്ലറി ഇല്ലേ? ബിസ്ലറി ഇല്ലേ? വൈഡായിട്ട് യൂസ് ചെയ്യുന്ന വാട്ടർ, മറ്റേ സംഭവമാണ്, മിനറൽ വാട്ടർ ആണ് എന്ത്? ബിസ്ലറി. ഓക്കെ. ഡൽഹിയിൽ പോയി കഴിഞ്ഞാൽ ഫുള്ള് ബിസ്ലറിയാ. കണ്ടിട്ടുണ്ടോ നിങ്ങള്? അതായത് ഞാൻ തന്നെ 2-3 പ്രാവശ്യം പോയിട്ട് കൺഫ്യൂഷൻ ആയിട്ട് മറ്റേ കുപ്പി വാങ്ങിച്ചിട്ടുണ്ട്. അതായത് സെയിം കളറ്, സെയിം ഫോണ്ട്, അത് പക്ഷെ പേരെന്തായിരിക്കും? ബിൽസെരി എന്നായിരിക്കും. നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ആ ബിസ്ലറി ആണെന്ന് വിചാരിച്ചിട്ടാണ് പോയി വാങ്ങുക. അത് നല്ല വെള്ളം ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വാങ്ങുക. നമ്മൾ ഇപ്പം സാധാരണ എല്ലാവരും ഇപ്പം അക്വാഫിന, ബിസ്ലറി ഇതൊക്കെ തന്നെയല്ലേ വാങ്ങുള്ളൂ. സാധാരണ നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു മിനറൽ വാട്ടറിന്റെ കുപ്പി ഞാൻ വാങ്ങാറില്ല. അങ്ങനെ വാങ്ങാറില്ലല്ലോ പൊതുവെ ആൾക്കാർ. ഏതെങ്കിലും ലോക്കൽ വെള്ളം വാങ്ങാറുണ്ടോ? ഇല്ല. അതെന്താണ് അത്രയും അതേതാ കുപ്പി? അത് നിവർത്തിയില്ലാതെ വന്ന് നമ്മൾ വാങ്ങും, വെള്ളമാണല്ലോ. പക്ഷെ എന്നാലും മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മളത് വാങ്ങാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു ഓണേഴ്സിന്റെ ആ ഒരു ബ്രാൻഡിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ടൂൾ ആണ് എന്ത്? IPR. അതേപോലെ ഒരിടയ്ക്ക് മേന്മ എന്ന് പറഞ്ഞിട്ട് പാല് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നോ? ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിൽമേന്റെ സെയിം സംഭവം ഞാൻ അറിയാതെ ഒരു പ്രാവശ്യം പോയിട്ട് എടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ആ ഫ്രീസറിൽ ഇരിക്കുന്ന സമയത്ത് സെയിം ഡിസൈൻ നമ്മളത് മിൽമയാണെന്ന് വിചാരിച്ചിട്ടാണ് പോയിട്ട് എടുക്കുക. പക്ഷെ വേറെ ഏതോ പാലായിരുന്നു. അതിപ്പോ ഇല്ല, എനിക്ക് തോന്നുന്നു ഒരു ട്രേഡ് മാർക്ക് കൊടുത്തവർ ഒഴിവാക്കിയിട്ടുണ്ട്. സെയിം ഡിസൈനും സെയിം ഫോണ്ട്. മിൽമ അവരുടെ ഫോണ്ട് മാറ്റിയില്ലേ, ഡിസൈൻ മാറ്റിയില്ലേ? പണ്ടത്തെ മിൽമേന്റെ കവർ അല്ല ഇപ്പോഴത്തെ മിൽമേന്റെ കവർ. ആ പുതിയ മിൽമേന്റെ അതേ ഡിസൈൻ ഉപയോഗിച്ചിട്ടാണ് ഈ മേന്മക്കാര് പാലിറക്കിയത്. പിന്നെ ഒരു ട്രേഡ് മാർക്ക് കൊടുത്താൽ മാറ്റി, ഇപ്പൊ പാല് കാണാനില്ല. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്താണെന്ന് പറയുന്നത്? എക്കണോമിക് ഡെവലപ്മെന്റിനെ ഫോസ്റ്റർ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ടൂൾ ആണ് എന്ത്? IPR. ഓക്കെ. അപ്പോ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഏരിയാസ് കവർ ചെയ്യുന്ന, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് കവർ ചെയ്യുന്ന ഏരിയാസ് ഏതൊക്കെയാ? കോപ്പിറൈറ്റ്, റിലേറ്റഡ് ട്രേഡ് മാർക്സ്, സർവീസ് മാർക്സ്, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ്, പിന്നെ ഇൻഡസ്ട്രിയൽ ഡിസൈൻസ്, പേറ്റൻസ്. ഈ പേറ്റൻസിൽ എന്തൊക്കെ പെടും? പ്രൊട്ടക്ഷൻ, പുതിയ വെറൈറ്റി ഓഫ് പ്ലാൻസ്, ലേഔട്ട് ഡിസൈൻസ്, ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. പുതിയതായിട്ടുള്ള എന്ത് സാധനവും എന്തിൽ വരും? പേറ്റന്റിന്റെ
പെർവ്യൂല് വരും. പേറ്റന്റ് എന്ന് പറയുന്നത് തന്നെ ഇതാ ന്യൂ നോവൽ ഇൻവെൻഷൻ. നോവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ, ഇതുവരെ എവിടെ ഇല്ലാത്ത പുതിയതായിട്ടുള്ള ഒരു ഇന്നോവേറ്റീവ് ഐഡിയ ഉണ്ടെങ്കിലാണ് നമ്മൾ അതിന് എന്ത് കൊടുക്കുക, പേറ്റന്റ് കൊടുക്കുക. ഓക്കെ, ഇനി നേച്ചർ ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. എന്താണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അതിന്റെ ഒരു നേച്ചർ എന്താണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇൻടാഞ്ചിബിൾ റൈറ്റ്സ് ഓവർ ടാഞ്ചിബിൾ പ്രോപ്പർട്ടി. ഓക്കെ, അതായത് ടാഞ്ചിബിൾ പ്രോപ്പർട്ടിന്റെ മേലെ, ടാഞ്ചിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് തൊടാൻ പറ്റുന്ന സാധനങ്ങളെയാണ് നമ്മൾ എന്താ പറയാ, ടാഞ്ചിബിൾ പ്രോപ്പർട്ടി എന്ന് പറയാം. ടാഞ്ചിബിൾ പ്രോപ്പർട്ടിയുടെ മേലെയുള്ള ഇൻടാഞ്ചിബിൾ റൈറ്റ് ആണ് എന്ത്, IPR അല്ലേ. ഇപ്പൊ IPR നമുക്ക് തൊടാൻ പറ്റുന്ന, ഇപ്പൊ പേറ്റന്റ് ട്രേഡ് മാർക്ക് എന്നൊന്നും പറയുന്നത് നമുക്ക് തൊട്ടറിയാൻ പറ്റുന്ന ഒരു റൈറ്റ് അല്ല. പക്ഷെ അത് എന്തിന്റെ മേലെ എക്സസൈസ് ചെയ്യാം, ഒന്നെങ്കിൽ ഷർട്ടോ അല്ലെങ്കിൽ ഷൂസോ അല്ലെങ്കിൽ നമുക്ക് തൊടാൻ പറ്റുന്ന ടാഞ്ചിബിൾ പ്രോപ്പർട്ടിന്റെ മേലെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇൻടാഞ്ചിബിൾ റൈറ്റ്സ് എക്സസൈസ് ചെയ്യുക. അപ്പോൾ IP's ഇൻടാഞ്ചിബിലിറ്റി എന്ന് പറയുന്നത് ഈ IPRന്റെ ഒരു പ്രൈമറി ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, അപ്പം സിഗ്നിഫിക്കന്റ്, അതായത് വേരിയസ് ടൈപ്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് IPs തമ്മിൽ ഡിഫറെന്റ് ഡിഫറൻസസ് ഉണ്ട്. ഓക്കെ, അതായത് പല IPs ഇപ്പം പേറ്റന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആവില്ല ട്രേഡ് മാർക്കിന്, അതിന്റെ ആവില്ല പേറ്റന്റിന്. ഓക്കെ, ഓരോ IPsനും അവരുടേതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെന്നുണ്ടെങ്കിലും ഇവർക്കൊക്കെ കോമൺ ആയിട്ട് ഷെയർ ചെയ്യുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് എന്ത്, IPsന്റെ ഇൻടാഞ്ചിബിലിറ്റി. എല്ലാ IPRും എന്താണ്, ഇൻടാഞ്ചിബിൾ റൈറ്റ് ആണ്. ക്ലിയർ ആയോ? യെസ്. ഇനി അടുത്തത് rights to sue. IP is a resource that can be owned and managed to use the language of the law. അപ്പൊ IPR എന്താ ചെയ്യാൻ പറ്റുക, IPR വെറുതെ ആർക്കും ഇല്ലാത്തൊരു റൈറ്റ് ആണോ? ഇല്ല, IPR ആർക്ക് കൊടുക്കുന്ന ഒരു റൈറ്റ് ആണ്, ഒരു ഇൻഡിവിജ്വലിന് കൊടുക്കുന്ന ഒരു റൈറ്റ് ആണ്. അപ്പൊ ആ ഇൻഡിവിജ്വലിന് എന്ത് ചെയ്യാം, ആ റൈറ്റ് ഓൺ ചെയ്ത് അതിൽ എന്തെങ്കിലും വയലേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് അഗേൻസ്റ്റ് സ്യൂ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കേസ് കൊടുക്കാനായിട്ട് ഇൻടാഞ്ചിബിലിറ്റി ഓവർ ടാഞ്ചിബിൾ റൈറ്റ്സ്. അതായത് ടാഞ്ചിബിൾ ആയിട്ട്, അതായത് നമുക്ക് തൊടാനും അറിയാനും ഒക്കെ പറ്റുന്ന പ്രോപ്പർട്ടീസിന്റെ മേലെയുള്ള ഇൻടാഞ്ചിബിൾ റൈറ്റ് ആണ് IPR. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു ട്രേഡ് മാർക്ക്, എൻ്റെ ഒരു ബ്രാൻഡ്, ഇപ്പൊ AES എന്നുള്ള പേരില്ലേ, ഈ AES എന്നുള്ള പേര് ഏതിന്റെ മേളിലാണ് വെച്ചിരിക്കുന്നത്, ഈ ഒരു ബിൽഡിങ്ങിന്റെ മേളിലാണ് വെച്ചിരിക്കുന്നത്. ഈ ബിൽഡിംഗ് എന്താണ്, ഈ ക്ലാസ് റൂം എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനം എന്താണ്, ഒരു ടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അതിന്റെ മേലെ അറിയാത്ത ഇത് ട്രേഡ് മാർക്ക്ഡ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മേലെ നമുക്ക് ഇങ്ങനെ തൊടാൻ, ഈ AES എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നമുക്ക് തൊടാൻ പറ്റുമോ? ഇല്ല. അതെന്താണ്, അത് ഇൻടാഞ്ചിബിൾ ആണ്. പക്ഷെ ഒരു ടാഞ്ചിബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടിന്റെ മേലെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇൻടാഞ്ചിബിൾ റൈറ്റ് എക്സസൈസ് ചെയ്യുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇട്ടിരിക്കുന്ന ക്ലോത്ത്സ്, ലൂയിസ് ഫിലിപ്പിയോ അഡിഡാസോ പ്യൂമോ എന്താണെന്നുണ്ടെങ്കിൽ അതൊക്കെ എന്താണ്, ആ ഷർട്ടൊക്കെ നമുക്ക് പിടിച്ചൂടെ, ആ ഷൂസ് നമുക്ക് പിടിച്ചൂടെ, അത് എന്താണ്, ടാഞ്ചിബിൾ പ്രോപ്പർട്ടിയാണ്. പക്ഷെ അതിന്റെ മേലെയുള്ള റൈറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തൊട്ടറിയാൻ പറ്റില്ല, അത് ഇൻടാഞ്ചിബിൾ റൈറ്റ് ആണ്. ക്ലിയർ ആയോ? പിന്നെ സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താ, ഒരാൾക്ക് ഓൺ ചെയ്ത് ഒരാളുടെ സ്വന്തം അവകാശത്തിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അല്ലെങ്കിൽ ഒരു റൈറ്റ് ആണ് എന്ത്, IPR. അതിന്റെ മേലെ എന്ത് ചെയ്യാം, സ്യൂ ചെയ്യാം. അതായത് ആ IPR ആരെങ്കിലും വയലേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് അഗേൻസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, സ്യൂ ചെയ്യാനായിട്ടുള്ള റൈറ്റും എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ക്ലിയർ ആയോ? അതായത് എന്റെ പേരിലുള്ള ഒരു IPR എന്റെ അനുവാദം ഇല്ലാതെ വേറെ ആരെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ IPR വേറെ ആരെങ്കിലും എടുത്ത് അവരുടെ പ്രോഡക്റ്റിന്റെ മേലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് അഗേൻസ്റ്റ് ഒരു ലീഗൽ ആക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു റൈറ്റ് IPR പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? യെസ്. ഇനി അടുത്തത് പെനാൽറ്റീസ് ടു റിയൽ എസ്റ്റേറ്റ് ഏജന്റ്സ്. Penalty for non-registration or non-performance of functions. Okay. Appa if any agent contravenes section. Sorry. ഇത് മറ്റേ പേജിൽ എടാ റേറേന്റെ ബാക്കിയായിരുന്നു, പേജ് മാറിപ്പോയി. അത് നിങ്ങളുടെ പേജിൽ ഇങ്ങനെ ഇത് ഞാൻ പഠിപ്പിച്ചായിരുന്നോ, ആരോടാ, ഇത് ഞാൻ പഠിപ്പിച്ചതാ, പിന്നെ ഇങ്ങനെ ഇതിവിടെ വന്നേ. കുഴപ്പമില്ല, ബാക്കിയെടുക്കാം. ഓക്കെ, അടുത്തത് റൈറ്റ്സ്. നിങ്ങളുടെ ടെക്സ്റ്റിലൊന്നും അങ്ങനെയല്ല. ഓക്കെ, റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. IP results in both obligations and property rights. The owner of IP is entitled to carry out special tasks in connection with his creations. He has the sole authority to create, copy, sell. Okay, അപ്പോൾ ഒരു IPRന്റെ കൂട്ടത്തില്
രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്, റൈറ്റ്സും വരുന്നുണ്ട്, ഡ്യൂട്ടീസും വരുന്നുണ്ട്. റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അവകാശം. ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാലോ നമ്മുടെ കടമ അല്ലെ? അപ്പോൾ എല്ലാ IPRന്റെ ഓണറും അയാൾക്ക് ചില റൈറ്റ്സും ഉണ്ട്, ചില ഡ്യൂട്ടീസും ഉണ്ട്. അതായത് ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ IPRനും ഒരു ടൈം പീരീഡ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ പേറ്റന്റ് പോലെയുള്ള സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പുതിയ ഇന്നോവേഷൻ ആണ് അല്ലെ? അത് മൊത്തത്തിൽ ഒരു സൊസൈറ്റിക്ക് ബെനിഫിഷ്യൽ ആവുന്ന പോലത്തെ ഇൻവെൻഷന് എന്ത് കൊടുക്കുള്ളൂ? പേറ്റന്റ് കൊടുക്കുള്ളൂ. അപ്പൊ ഇയാളിത് ഞാൻ കണ്ടുപിടിച്ചതാണെന്ന് പറഞ്ഞിട്ട് എല്ലാ കാലത്തും ഇത് കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സൊസൈറ്റിക്ക് അതുകൊണ്ട് വല്ല ഉപകാരം ഉണ്ടാവുമോ? ഇല്ല. അപ്പൊ ഒരു സർട്ടൻ ടൈം പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യണം? അത് സൊസൈറ്റിയിലേക്ക് അത് കൊടുക്കണം. മനസ്സിലായോ? അതാണ്, അങ്ങനത്തെ ഒരുപാട് ഒബ്ലിഗേഷൻസ് ഉണ്ട്. അത് നിങ്ങൾ IPR പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ എല്ലാ IPRന്റെ കൂടെയും എന്തുണ്ട്? റൈറ്റ്സും ഉണ്ട്, ഡ്യൂട്ടീസും ഉണ്ട്. റൈറ്റ്സ് എന്തൊക്കെയാ? ഒരു IP ഓണറിന് മാത്രമേ ആ IPR അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടി റൈറ്റ്സ് ഓൺ ചെയ്യാനും സെല് ചെയ്യാനും വേറെ ഒരാൾക്ക് അസൈൻ ചെയ്യാനും ഒക്കെയുള്ള സോൾഡ് റൈറ്റ് ഒരു IP ഓണർ, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിന്റെ ഓണർക്ക് മാത്രമാണ് ഉള്ളത്. ഓക്കെ, ഇനി കോ എക്സിസ്റ്റൻസ് ഓഫ് ഡിഫറെന്റ് റൈറ്റ്സ്. ഓക്കെ, അപ്പോ ഒരൊറ്റ പ്രോഡക്റ്റിന്റെ മേലെ ഡിഫറെന്റ് IPR എന്ത് ചെയ്യാം? എക്സിസ്റ്റ് ചെയ്യാം. മനസ്സിലായോ? കോ എക്സിസ്റ്റ് ചെയ്യാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഇമേജ് ഒരു ഇന്നോവേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഇമേജിന് എന്ത് ചെയ്യാം? വേണമെങ്കിൽ അത് കോപ്പിറൈറ്റ് ചെയ്യുകയും ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഇൻവെൻഷൻ, ഓക്കെ, ഒരു പുതിയ സാധനം ഇൻവെന്റ് ചെയ്തു, അതിനൊരു ബ്രാൻഡ് കൊടുത്തു. അപ്പൊ ബ്രാൻഡ് ട്രേഡ് മാർക്ക് ചെയ്തിട്ട് ആ ഇന്നോവേഷൻ എന്ത് ചെയ്യാം? പേറ്റന്റ് കൊടുക്കാം. മനസ്സിലായോ? അപ്പൊ ഡിഫറെന്റ് IPRസിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? കോ എക്സിസ്റ്റ് ചെയ്യാം. മനസ്സിലായി? ഓരോ IPRസിനും ഓരോ ഫംഗ്ഷൻ ആണ്. പക്ഷെ ഒരു പ്രോഡക്റ്റിന് മേലെ തന്നെ ഡിഫറെന്റ് IPRസിന് എന്ത് ചെയ്യാം? കോ എക്സിസ്റ്റ് ചെയ്യാം. കോ എക്സിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒന്നിച്ച് എക്സിസ്റ്റ് ചെയ്യാം. ഓക്കെ, എക്സോഷൻ ഓഫ് റൈറ്റ്സ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പ്രിൻസിപ്പിൾ ആണ്. The doctrine of exhaustion generally applies to intellectual property rights. Exhaustion fundamentally means that after the first sale made by the right holder or by the authority designated for its exhaustion, that person's right expires and he is no longer permitted to halt the movement of goods moving forward. Exhaustion എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? തീർന്നു പോവാ അല്ലേ? അപ്പോ ഈ IPRന്റെ മേലെ ഒരാൾക്കുള്ള റൈറ്റ് എല്ലാ കാലത്തും അയാൾക്ക് അതിന്റെ മേലെ റൈറ്റ് ഉണ്ടാവുന്നില്ല. ഓക്കെ, ഇപ്പൊ ഞാനൊരു IPR ഹോൾഡർ ആണ്. ഞാൻ IPR എന്ത് ചെയ്തു? ആവശ്യത്തിന് പൈസയൊക്കെ മേടിച്ച് ഞാൻ വേറൊരാൾക്ക് വിറ്റു. ഓക്കെ, അങ്ങനെ വിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ആദ്യത്തെ IPR ഹോൾഡർക്ക് പിന്നെ അതിന്റെ മേലെ യാതൊരു റൈറ്റും ഉണ്ടാവില്ല. ഓക്കെ, ക്ലിയർ ആയോ? പിന്നീട് ആ ഗുഡ്സിന്റെ മൂവ്മെന്റ് ഹോൾട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു റെസ്ട്രിക്ഷൻ വെക്കാനോ ഉള്ള യാതൊരു റൈറ്റും ആർക്കുണ്ടാവില്ല? ആ IP ഓണർക്ക് ഉണ്ടാവില്ല. ക്ലിയർ ആയോ? അതാണ് ഡോക്ട്രിൻ ഓഫ് എക്സോഷൻ ഓഫ് ഗുഡ്സ്. ആദ്യമായിട്ട് നമ്മളൊരു സെയിൽ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ റൈറ്റ് എന്ത് ചെയ്യും? എക്സ്പയർ ആവും. പിന്നെ he'll no longer have right to halt or restrict the movement of goods. ക്ലിയർ ആയോ? IPRന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടോ പറയുന്നത്, നേച്ചർ ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയാ പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് ഡൈനാമിസം. അപ്പൊ ഈ IPR എന്ന് പറയുന്ന ഈ ഒരു മേഖല കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുക? ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ് IPR. ഓക്കെ, അപ്പൊ ആദ്യം ഗാറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ എഗ്രിമെന്റ് ഓൺ ട്രേഡ് ആൻഡ് സർവീസസ്. അതുവഴിയാണ് ഈ IPRനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള ഒരു എഗ്രിമെന്റ് വന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വൈപ്പോ വന്നു, വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ. അങ്ങനെ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ ഓരോ രാജ്യങ്ങളിലും ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് വന്നു. അപ്പൊ ഈ മൊത്തം IP അല്ലെങ്കിൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിന്റെ ഒരു ഏരിയ എന്താണ്? കണ്ടിന്യൂസ് ആയിട്ട് ഡൈനാമിക് ആയിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട്, അതായത് വളരെ വേഗത്തിൽ എന്താണ് ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്. അതുകൊണ്ട് അതിന് എന്തുണ്ട്? ഡൈനാമിസം ഉണ്ട്. ഡൈനാമിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡൈനാമിക്കിന്റെ ഓപ്പോസിറ്റ് എന്താ? സ്റ്റാറ്റിക് അല്ലെ? സ്റ്റാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കുന്ന ഒരു സാധനം. ഡൈനാമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ കണ്ടിന്യൂസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിനാണ് ഡൈനാമിക് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി അടുത്തത് ജനറൽ ട്രേഡ് അഗ്രിമെന്റ് ഓൺ ട്രേഡ് ഇൻ സർവീസസ്. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോട്ടോ. ട്രിപ്സ്, വൈപ്പോ, പിന്നെ അതേപോലെ ഗാറ്റ്സ്, മൂന്നൊന്ന് മാർക്ക് ചെയ്ത് വെച്ചോ. ചിലപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഷോർട്ടായിട്ട് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഗാറ്റ്സ്, വൈപ്പോ മറ്റേ ടെക്സ്റ്റിലും ഉണ്ട്. അത് മറ്റേ ICSIന്റെ ടെക്സ്റ്റിലും ഉണ്ട്. അത് കുറച്ചും കൂടെ വാസ്റ്റ് ആയിട്ടാണ് ICSI. ഇല്ല, എൻ്റെ അതില്ലേ ICSIന്റെ ടെക്സ്റ്റ് കൊടുത്തിട്ടില്ലേ. കീ പോയിന്റ്സ് ഓർത്ത് വെക്കണം കേട്ടോ. കാരണം ട്രിപ്സ് അഗ്രിമെന്റിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ വൈപ്പോനെ പറ്റിയിട്ടോ ചിലപ്പോൾ ഒരു 5 മാർക്കിന്റെ നോട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഗാറ്റ്സ്
ഓക്കെ. അപ്പൊ സർവീസുകളായിട്ട് അല്ലെങ്കിൽ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരൊറ്റ രാജ്യത്തെ ട്രേഡ് അല്ല, മൾട്ടി നാഷണൽ ട്രേഡ്, അതായത് ഡിഫറെന്റ് രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡും സർവീസസും ഒക്കെ ആയിട്ട് അതിനെ ഗവേൺ ചെയ്യുന്ന ആദ്യത്തെ ഇന്റർനാഷണലി ലീഗൽ ബൈൻഡിങ് കളക്ഷൻ ഓഫ് പ്രിൻസിപ്പിൾസ് ആണ് എന്ത്? ഗാറ്റ്സ്. ഓക്കെ. ജനറൽ എഗ്രിമെന്റ് കളക്ഷൻ ഓഫ് പ്രിൻസിപ്പിൾസ്, അതൊരു എഗ്രിമെന്റ് ആണ്. അതായത് ഗാറ്റ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് എവർ ഈ ട്രേഡ് ഇൻ സർവീസ് അല്ലെങ്കിൽ രാജ്യങ്ങൾ ഡിഫറെന്റ് കൺട്രീസ് തമ്മിലുള്ള ട്രേഡിനെ പറ്റിയിട്ട് ഗവേൺ ചെയ്യുന്ന ഒരുപാട് കൺട്രീസ് ബൈൻഡിങ് ആയിട്ട് അവർ സൈൻ ചെയ്ത് ആദ്യമായിട്ട് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ് എന്ത്? ഗാറ്റ്സ്. ജനറൽ എഗ്രിമെന്റ് ഓൺ ട്രേഡ് ഇൻ സർവീസസ് ഇസ് ദി ഫസ്റ്റ് എവർ കളക്ഷൻ ഓഫ് ലീഗലി ബൈൻഡിങ് മൾട്ടിനാഷണൽ റെഗുലേഷൻസ് ഗവേണിംഗ് ഗ്ലോബൽ ട്രേഡ്, അതായത് ഗ്ലോബൽ ട്രേഡിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഈ ഗാറ്റ്സ് ജനറൽ എഗ്രിമെന്റ് പ്രത്യേകത എന്താ? മൊത്തത്തില് ഗ്ലോബലി എല്ലാ രാജ്യങ്ങളും ബൈൻഡിങ് ആയിട്ടുള്ള അവരെല്ലാവരും ഫോളോ ചെയ്യേണ്ട സർട്ടൻ പ്രിൻസിപ്പിൾസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്, ഈ ഗാട്ട് എഗ്രിമെന്റിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിനോട് സിഗ്നേറ്ററി ആയിട്ടുള്ള അല്ലെങ്കിൽ ആ എഗ്രിമെന്റ് അഡോപ്റ്റ് ചെയ്യാനായിട്ട് സൈൻ ചെയ്ത എല്ലാ രാജ്യങ്ങളും എന്ത് ചെയ്യണം? ഗാട്ടിലെ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യണം. ഓക്കെ. അപ്പോ ഗാറ്റ്സ് ഫങ്ഷൻസ് ഓൺ 3 ലെവൽ. ഓക്കെ. അപ്പൊ അവരുടെ അക്കോർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അഡോപ്റ്റ് ചെയ്ത പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ അവരുടെ ചാർട്ടർ പ്രകാരം അവർ 3 ലെവലിലാണ് എന്ത് ചെയ്യുന്നത്? ഗാറ്റ്സ് ഫങ്ഷൻ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ അല്ല, ഇതിന്റെ സിഗ്നേറ്ററി ആയിട്ടുള്ള കൺട്രീസ്. നമ്മൾ ഈ ഓരോ ട്രീറ്റികളൊക്കെ ഇല്ലേ, ഇപ്പം UN-ലൊക്കെ ഓരോ ട്രീറ്റീസ് ഒക്കെ ഇല്ലേ, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അതായത് ഓരോ റൗണ്ടുകൾ ഉണ്ടാവും. യുണൈറ്റഡ് നേഷൻസിന്റെ ഓരോ രാജ്യങ്ങൾ നടക്കുന്ന ഓരോ റൗണ്ട്സ് ഓഫ് നെഗോസിയേഷൻസ് ഉണ്ടാവും. ഉറുഗ്വേ റൗണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഓരോ റൗണ്ടില് ഇപ്പം എല്ലാ കൺട്രീസും ഉണ്ടാവില്ല. അവരെന്ത് ചെയ്യും? എല്ലാവരും കൂടെ കളക്റ്റീവ്ലി ഒരു എഗ്രിമെന്റ് ഡ്രാഫ്റ്റ് ചെയ്ത് കൊണ്ടുവരും. അപ്പൊ ആ എഗ്രിമെന്റിനോട് മറ്റേ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളില്ലേ, അവരെന്ത് ചെയ്യും? അത് സൈൻ ചെയ്തിട്ട് അവർ അതിനോടൊരു സിഗ്നേറ്ററി ആവും. മനസ്സിലായോ? അങ്ങനെ സൈൻ ചെയ്ത് അത് എഗ്രി ചെയ്യുന്ന രാജ്യങ്ങൾ അത് എന്ത് ചെയ്യണം? അത് ഫോളോ ചെയ്യണം. മെമ്പർ കൺട്രീസ്. ഇപ്പൊ നമ്മള് ഗാസ സീസ് ഫയർ നടന്നില്ലേ? അപ്പൊ ഈ ഗാസ സീസ് ഫയറിനോട് വോട്ട് ചെയ്തവരും പിന്നെ വീറ്റോ ചെയ്തത് ആരാണ്? അമേരിക്കയാണ്. അല്ലാതെ ഇതിനോട് വോട്ട് ചെയ്യുന്ന കൺട്രീസ് ഇല്ലേ, വോട്ട് ചെയ്യുന്ന കൺട്രീസും അല്ലാതെ അതിനോട് താല്പര്യമില്ലാതെ അതിന് അഗേൻസ്റ്റ് വോട്ട് ചെയ്യുന്ന കൺട്രീസും ഉണ്ടാവും അല്ലേ? അപ്പൊ മെജോറിറ്റി വോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് എന്ത് ചെയ്യും? അവർ അഡോപ്റ്റ് ചെയ്യും. അങ്ങനെ അഡോപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ കൺട്രീസ് ആണോ ആ എഗ്രിമെന്റിൽ സൈൻ ചെയ്ത് ആ എഗ്രിമെന്റിന്റെ ഒരു സിഗ്നേറ്ററി ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൺട്രീസ് ഒക്കെ എന്ത് ചെയ്യണം? അത് ഫോളോ ചെയ്യണം. അങ്ങനെയാണ് ഇന്റർനാഷണൽ എഗ്രിമെന്റ്സ് ഒക്കെ വരുന്നത്. മനസ്സിലായോ? അപ്പൊ ഗാറ്റ്സ് അതേപോലത്തെ ട്രേഡ് അല്ലെങ്കിൽ ഗ്ലോബൽ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായിട്ട് അഡോപ്റ്റ് ചെയ്ത ഒരു ഇന്റർനാഷണൽ എഗ്രിമെന്റ് ആണ് എന്ത്? ഗാറ്റ്സ്. ഓക്കെ. അപ്പൊ ഗാറ്റ്സ് 3 ലെവലിലാണ് എന്ത് ചെയ്യുന്നത്? ഫങ്ഷൻ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ബേസിക് പ്രിൻസിപ്പിൾസും അതേപോലെ ബേസിക് ആയിട്ടുള്ള എല്ലാ കൺട്രീസിന്റെയും ബേസിക് പ്രിൻസിപ്പിൾസും ഒബ്ലിഗേഷൻസ് ഒക്കെ പറയുന്ന ഒരു സെറ്റ് ഓഫ് എഗ്രിമെന്റ്. പിന്നെ സെക്കൻഡ് വൺ അതായത് അനെക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പെർട്ടിക്കുലർ സെക്ടർ, അതായത് ട്രേഡ്, സർവീസ്, താരിഫ്, കസ്റ്റംസ്, ഡ്യൂട്ടീസ്, അങ്ങനെ ഓരോ പെർട്ടിക്കുലർ ഏരിയനെ പറ്റിയിട്ട് ഗവേൺ ചെയ്യാനായിട്ട് എന്തുണ്ട്? അനെക്സസ് ഉണ്ട്. പിന്നെ തേർഡ്ലി ഇൻഡിവിജ്വൽ നേഷൻസ് എക്സ്പ്ലിസിറ്റ് കമ്മിറ്റ്മെന്റ് ടു അലോ ആക്സസ് ടു ദർ മാർക്കറ്റ്സ്. അതായത് ഓരോ രാജ്യങ്ങളുടെയും ഇപ്പൊ ഇന്ത്യ, റഷ്യ, ഇന്ത്യ, റഷ്യ, USA പോലെ UK, അതേപോലെ ഓരോ രാജ്യങ്ങളുടെയും എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള കമ്മിറ്റ്മെന്റ്സ്. അതായത് ഇപ്പൊ ഇന്ത്യന്റെ കമ്മിറ്റ്മെന്റ്സ് ആയിരിക്കില്ല എന്ത് വേറൊരു രാജ്യത്തിന്റെ കമ്മിറ്റ്മെന്റ്സ്. അതായത് അവരുടെ മാർക്കറ്റിലേക്ക് ബാക്കി കൺട്രീസിനെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ ബാക്കി കൺട്രീസിന് അവരുടെ മാർക്കറ്റിലേക്ക് ആക്സസ് കൊടുക്കാനുമായിട്ട് ഓരോ നേഷൻസും ഇൻഡിവിജ്വൽ ആയിട്ട് എന്തൊക്കെ എക്സ്പ്ലിസിറ്റ് കമ്മിറ്റ്മെന്റ്സ് ആണ് കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട്. എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെർട്ടിക്കുലർ. എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇപ്പൊ മലയാളം പറഞ്ഞുതരാം? പെർട്ടിക്കുലർ ആയിട്ട് കറക്റ്റ് മലയാളം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക. കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതായത് ഇപ്പം ഞാനൊരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുന്ന ഒരു വാക്കില്ലേ, അതാണ് കമ്മിറ്റ്മെന്റ്. അപ്പം UK പറയാണ്, ഓ എന്റെ മാർക്കറ്റിലേക്ക് ഇങ്ങനെ ബാക്കി രാജ്യങ്ങളൊക്കെ വരാനായിട്ട് ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം, ഇത്ര താരിഫേ ഞാൻ ഇമ്പോസ് ചെയ്യുള്ളൂ. ഇതേപോലെ കുറച്ച്, അതായത് എക്കണോമിക്കലി കുറച്ച് ബാക്കിലേക്ക് നിൽക്കുന്ന നേഷൻസിന് ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ കൊടുക്കും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ രാജ്യങ്ങളും അവരുടേതായിട്ടുള്ള വാക്കുകൾ കൊടുക്കില്ല അവരുടെ മാർക്കറ്റിന് ആക്സസ് കൊടുക്കാനായിട്ട്. അത് എല്ലാ കൺട്രീസിനും ഒരേപോലെ കൊടുക്കാൻ പറ്റില്ലല്ലോ.
അല്ലേ? ഇപ്പം ഭയങ്കര ഇപ്പൊ അമേരിക്കക്ക് കൊടുക്കുന്ന അതേ താരിഫ് ഇന്ത്യയിൽ ഇമ്പോസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, കാരണം അമേരിക്കയുടെ അത്ര ഒരു ഡെവലപ്ഡ് നേഷൻ അല്ല ഇന്ത്യ. അപ്പൊ ഓരോ കൺട്രീസും അവരുടെ മാർക്കറ്റിലേക്ക് ബാക്കി കൺട്രീസിന് ആക്സസ് കൊടുക്കാനായിട്ട് ഡിഫറെന്റ് ഇൻഡിവിജ്വൽ കമ്മിറ്റ്മെന്റ്സ് കൊടുക്കും, അല്ലേ? എക്സ്പ്ലിസിറ്റിന്റെ മീനിങ് ഞാൻ പറഞ്ഞുതരാം. വ്യക്തമായ. ഓക്കെ, അപ്പൊ 3 ലെവലിലാണ് ഗാട്ട് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്താ, ബേസിക് എല്ലാവരും ഫോളോ ചെയ്യാനായിട്ടുള്ള ബേസിക് പ്രിൻസിപ്പിൾസും ഒബ്ലിഗേഷൻസും. പിന്നെ സെക്കൻഡ് വൺ അനക്സസ് ഉണ്ട്. അനക്സസിൽ എന്താ പറയുന്നത്, ഓരോ പെർട്ടിക്കുലർ സെക്ടേഴ്സിനെ ഗവേൺ ചെയ്യുന്ന പ്രിൻസിപ്പിൾസും കാര്യങ്ങളും ഒക്കെ അനക്സിലാണ് പറയുന്നത്. പിന്നീട് എന്താ ഉള്ളത്, ഓരോ ഇൻഡിവിജ്വൽ നേഷൻസിന്റെയും കമ്മിറ്റ്മെന്റ്സ് പറയുന്ന ഒരു പ്രത്യേക ഭാഗവും എന്തുണ്ട്, ഗാട്ടിലുണ്ട്. ഈ അഗ്രിമെന്റ് ജനറൽ അഗ്രിമെന്റ് ഓൺ ട്രേഡ് ആൻഡ് സർവീസസ്. അപ്പൊ ഇതാണ് എന്ത്, ഗാട്ടിന്റെ അല്ലെങ്കിൽ ജനറൽ അഗ്രിമെന്റ് ഓൺ ട്രേഡ് ആൻഡ് സർവീസിന്റെ 3 ലെവല്. ക്ലിയർ ആയോ? ഇനി the 2 key pillars that support the GATT's contribution to global services are. ഓക്കെ, ഇനി രണ്ട് ഗാട്ടിന്റെ, അതായത് ഗ്ലോബലി എന്താണ് ഗാട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗ്ലോബലി ഗാട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഗാട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന 2 ബേസിക് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ 2 കീ പില്ലേഴ്സ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഇൻക്രീസിംഗ് ദി ഓപ്പൺനെസ് ആൻഡ് പ്രെഡിക്റ്റബിലിറ്റി ഓഫ് പെർട്ടിനന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഓക്കെ, അതായത് ഇൻക്രീസിംഗ് ദി ഓപ്പൺനെസ്. ഓപ്പൺനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റൂൾസും റെഗുലേഷൻസും, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള റൂൾസും റെഗുലേഷൻസും. പ്രെഡിക്റ്റബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് പ്രവചിക്കാൻ പറ്റുന്ന പോലത്തെ റൂൾസും റെഗുലേഷൻസുമാണ് എന്ത് ചെയ്യുന്നത്, ഗാട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഫോസ്റ്ററിംഗ് പ്രോഗ്രസീവ് ലിബറലൈസേഷൻ ത്രൂ സബ്സിക്വന്റ് റൗണ്ട്സ് ഓഫ് ടോക്സ്. ഞാൻ പറഞ്ഞില്ലേ, ഓരോ രാജ്യങ്ങളിൽ ഓരോ ടോക്സ് വരും. അപ്പൊ ഓരോ രാജ്യങ്ങളിൽ നടക്കുന്ന ഓരോ സെഷന് നമ്മൾ ഒരു റൗണ്ട് ഓഫ് ടോക്ക് എന്നാ പറയാ. എനിക്ക് തോന്നുന്നു ഉറുഗ്വേ റൗണ്ടിലാണ് ഗാട്ട് ആക്സെപ്റ്റ് ചെയ്തെന്നുള്ള. നമ്മൾ ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടീനെ ഗവേൺ ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ട്രീറ്റി ഉണ്ട്, ഓക്കെ, പാരീസ് ട്രീറ്റി. അത് ഉറുഗ്വേ റൗണ്ടിലാണ്, ഏതൊരു റൗണ്ടിലാണ് അത് അഡോപ്റ്റ് ചെയ്തത്. അപ്പൊ ഓരോ ജനീവ, അത് ഞാൻ പറഞ്ഞുതരാം, ജനീവ റൗണ്ട് എന്ന് പറഞ്ഞിട്ട്. അതേപോലെ UN-ന്റെ ഓരോ മീറ്റിംഗ്സ് ഇല്ലേ, ഓരോരോ സ്ഥലങ്ങളിലാണ് നടക്കുക. ഇപ്പൊ റിയോ ഡി ജനീറോ, ജനീവ, അതേപോലെ ഉറുഗ്വേ, ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലാണ് എന്ത് ചെയ്യുക, ഈ മീറ്റിംഗ്സ് നടക്കുക. അപ്പോൾ ഓരോ സ്ഥലത്ത് നടക്കുന്ന മീറ്റിംഗ്സിന് നമ്മൾ ഓരോ റൗണ്ട് ആയിട്ടാ പറയാ. ഇപ്പൊ ജനീവയിൽ നടന്ന ഒരു മീറ്റിംഗിൽ എന്ത് ചെയ്തു, എല്ലാവരും കൂടെ ആക്സെപ്റ്റ് ചെയ്തിട്ട് ഒരു ട്രീറ്റി അഡോപ്റ്റ് ചെയ്തു എന്ന് വിചാരിച്ചോ. അപ്പോൾ ആ ട്രീറ്റി ജനീവ റൗണ്ട് ഓഫ് ടോക്സിൽ അഡോപ്റ്റ് ചെയ്ത ട്രീറ്റി എന്നാണ് പറയാ. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ സബ്സിക്വന്റ് റൗണ്ട്സ് ഓഫ് ടോക്സിൽ അവർ എന്ത് ചെയ്യും, കൂടുതൽ വീണ്ടും സംസാരിച്ചിട്ട് പ്രോഗ്രസീവ് ആയിട്ടുള്ള ലിബറലൈസേഷൻ ത്രൂ അവർ എന്ത് ചെയ്യും, ഓരോരോ എഗ്രിമെന്റ്സ് സബ്സിക്വന്റ് ആയിട്ട് അഡോപ്റ്റ് ചെയ്യും. ഇത് രണ്ടുമാണ് എന്ത്, ഈ ഗാട്ടിന്റെ 2 മേജർ ആയിട്ടുള്ള കീ പില്ലേഴ്സ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ്. ഫസ്റ്റ് വൺ എന്താ, ഓപ്പൺനെസ് ആൻഡ് പ്രെഡിക്റ്റ്നെസ് ഓഫ് പെർട്ടിനന്റ് റൂൾസ്. അവരുടെ റൂൾസും റെഗുലേഷൻസിന്റെയും ഓപ്പൺനെസ്സും പ്രെഡിക്റ്റബിലിറ്റിയും അവർ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സബ്സിക്വന്റ് റൗണ്ട്സ് ഓഫ് ടോക്സ്. ഓരോ സ്ഥലത്തും നടക്കുന്ന ടോക്സ് വഴി അവർ എന്ത് ചെയ്യും, പ്രോഗ്രസീവ് ലിബറലൈസേഷൻ ഫോസ്റ്റർ ചെയ്യും. ഫോസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസ് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, ഓപ്പൺനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള തുറസായ, ലിബറൽ ആയിട്ടുള്ള എന്നൊക്കെ പറയും ഓപ്പൺനെസ്. ഓക്കെ, ഗാട്ട് ക്ലിയർ ആയോ? 1-2 പോയിന്റ് ഒക്കെ പഠിച്ചു വെച്ച് വരികയാണെങ്കിൽ പള്ളിക്കോ. ഓക്കെ, കീ പോയിന്റ് നിങ്ങൾക്ക് അറിയുന്ന ഉറപ്പുള്ള കീ പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്ത്, നിങ്ങൾ വെറുതെ തള്ളുകയാണെന്നുണ്ടെങ്കിൽ 1-2 പോയിന്റെങ്കിലും ഒക്കെ എന്തെങ്കിലും എഴുതണം കേട്ടോ. എന്നിട്ട് അത് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് അറിയുന്ന പോയിന്റ്സ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കണം എക്സാമിന് ആൻസർ എഴുതുമ്പോൾ. മനസ്സിലായോ? അപ്പൊ അവർക്ക് നോക്കുമ്പോൾ വെറുതെ ഇങ്ങനെ വലിയൊരു പാരഗ്രാഫ് എഴുതി വെച്ചിരിക്കുക, ആദ്യത്തെ 2-3 ലൈനൊക്കെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ബ്ലഫാണ്. പിന്നെ അവർ ബാക്കി വായിച്ചു നോക്കാൻ പോലും നിൽക്കില്ല. പക്ഷെ നിങ്ങൾക്ക് അറിയുന്ന എന്തെങ്കിലുമൊക്കെ പോയിന്റ്, എന്തെങ്കിലുമൊക്കെ അറിയുമായിരിക്കല്ലോ, അത് എഴുതിയിട്ട് അണ്ടർലൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് നോക്കുമ്പോൾ ആ പോയിന്റ്സ് നോക്കുക. അപ്പൊ അവർക്ക് തോന്നുന്നു ഈ കൊച്ചിന് എന്തെങ്കിലുമൊക്കെ അറിയാമല്ലോ എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ 1 മാർക്കോ 1.5 മാർക്കോ ഒക്കെ കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെ അണ്ടർലൈൻ ചെയ്ത് വെക്കണം. നിങ്ങൾക്ക് ഷുവർ ആയിട്ടുള്ള പോയിന്റ്സ് എന്ത് ചെയ്യണം, എഴുതിയിട്ട് അണ്ടർലൈൻ ചെയ്ത് വെക്കണം. ബ്ലണ്ടേഴ്സ് അണ്ടർലൈൻ ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ, ഇനി വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ അല്ലെങ്കിൽ വൈപ്പോ. ഓക്കെ, അപ്പോ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ ഡിവോട്ടഡ് ടു യൂസിങ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആസ് എ ടൂൾ ടു ഫോസ്റ്റർ ഇന്നോവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി ഈസ് നോൺ ആസ് ദി വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ. അതായത് ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ IPR ഫോസ്റ്റർ ചെയ്യാനായിട്ടും ഡെവലപ്പ് ചെയ്യാനായിട്ടും ഇന്നോവേഷനും ക്രിയേറ്റിവിറ്റിയും ഒക്കെ
ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടി യുണൈറ്റഡ് നേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് എന്ത് വൈപ്പോ. അതായത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഗ്ലോബലി റെഗുലേറ്റ് ചെയ്യാനും ഓരോരോ കൺട്രീസിൽ ഡിഫറെന്റ് കൺട്രീസിൽ ഈ IPR പ്രൊമോട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ള ഉദ്ദേശത്തോടു കൂടി യുണൈറ്റഡ് നേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ അല്ലെങ്കിൽ വൈപ്പോ. ഓക്കെ, ക്ലിയർ ആയോ? ഇനി വൈപ്പോ വാസ് ഫൗണ്ടഡ് 1917 എന്ത് ചെയ്തത്? വൈപ്പോ ഫൗണ്ട് ചെയ്തത്. അതായത് മെമ്പർ സ്റ്റേറ്റ്സിന്റെ ഒക്കെ ഈ ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഗ്ലോബലി ഒരു ഇന്റർ ഗവൺമെന്റൽ കോർപ്പറേഷൻ ത്രൂ മെമ്പർ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? UN മെമ്പർ സ്റ്റേറ്റ്സ് അല്ലെ? UN മെമ്പർ ആയിട്ടുള്ള സ്റ്റേറ്റുകളാണ് നമ്മൾ എന്ത് പറയാ? മെമ്പർ സ്റ്റേറ്റ്സ്. ഇന്ത്യയൊക്കെ എന്താണ്? UN മെമ്പർ സ്റ്റേറ്റ് ആണ്. ഓക്കെ, അപ്പോ ഈ UN മെമ്പർ സ്റ്റേറ്റ്സിന്റെ ഒക്കെ ആവശ്യപ്രകാരം ഒരു ഇന്റർ ഗവൺമെന്റൽ കോർപ്പറേഷൻ വഴി, അതായത് ഓരോ കൺട്രീസിലെ ഗവൺമെന്റിന്റെ ഇന്റർ ഗവൺമെന്റൽ കോർപ്പറേഷൻ ത്രൂ വഴി ഗ്ലോബലി ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട് 1970 ഫൗണ്ട് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് എന്ത്? വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ. അതിന്റെ മെയിൻ ഓഫീസ് എവിടെയുള്ള? ജനീവയിലാണ് കേട്ടോ. വൈപ്പോന്റെ മെയിൻ ഓഫീസ്, ഹെഡ് ഓഫീസ് ജനീവയിലാണ്. ഓക്കെ, അപ്പോൾ ബൈ സൈനിങ് എ കോഓപ്പറേറ്റീവ് അഗ്രിമെന്റ് വിത്ത് ദി വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ in 1996, WIPO enlarged its mandate and further illustrated the significance of intellectual property rights in the administration of globalized trade. ഗ്ലോബൽ ട്രേഡിനെ ഗവേൺ ചെയ്യുന്ന ഓർഗനൈസേഷൻ ഏതാ? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ കേട്ടിട്ടുണ്ടോ? WTO കേട്ടിട്ടില്ലേ? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ യുഎന്റെ ഒരു സ്പെഷ്യലൈസ്ഡ് ഓർഗനൈസേഷൻ ആണ് WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പൊ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനുമായിട്ട് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്ത് ഗ്ലോബൽ ട്രേഡിലെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കൂടെ വൈപ്പോ എന്ത് ചെയ്തിട്ടുണ്ട്? അവരുടെ മാൻഡേറ്റ് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. മാൻഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അവരുടെ സ്കോപ്പ് ഓഫ് ആക്ടിവിറ്റീസ് അവർ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ലീഗൽ ഫ്രെയിം വർക്ക്സ് അണ്ടർ വൈപ്പോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഓരോ സ്ഥലത്തുനിന്ന് അല്ലെങ്കിൽ ഓരോ സ്ഥലത്തുനിന്ന് ആക്സെപ്റ്റ് ചെയ്യുന്ന ട്രീറ്റീസിനെ നമ്മൾ ആ സ്ഥലത്തെ പേരാണ് പറയുക. ഓക്കെ, പേറ്റന്റ് കോപ്പറേഷൻ ട്രീറ്റി, എനിക്ക് തോന്നുന്നത് പാരീസിൽ നിന്നാണ് പേറ്റന്റ് കോപ്പറേറ്റീവ് ട്രീറ്റി ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ VNA എന്നാണ് VNA അഗ്രിമെന്റ് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്. മാഡ്രിഡ് എന്നാണ് മാഡ്രിഡ് അഗ്രിമെന്റ് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്. നൈസ് അഗ്രിമെന്റ്, ലോക്കാർനോ, നൈസ് ഡിസൈൻസുമായിട്ട് ബന്ധപ്പെടുന്ന അഗ്രിമെന്റ്, അതൊക്കെ ടെക്സ്റ്റിലില്ലേ? ഓരോ അഗ്രിമെന്റും നൈസ് ഡിസൈൻസ് ആണോ നോക്ക്, അതോ പേറ്റന്റ് ആണോ? നൈസ് എന്താ? രജിസ്ട്രേഷൻ ഓഫ് ട്രേഡ് മാർക്കാ? ഓക്കെ, ട്രേഡ് മാർക്സിന്റെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഗ്ലോബലി പറയാൻ വേണ്ടിയിട്ട് അഡോപ്റ്റ് ചെയ്ത എഗ്രിമെന്റ് ആണ് നൈസ് എഗ്രിമെന്റ്. ലോക്കാർനോ എഗ്രിമെന്റ്, പിന്നെ അതേപോലെ വൈപ്പോ കോപ്പറേഷൻ ട്രീറ്റി, വൈപ്പോ പെർഫോമൻസ് ആൻഡ് ഫോണോഗ്രാംസ് ട്രീറ്റി, വൈപ്പോ ഇന്റർ ഗവൺമെന്റൽ കമ്മിറ്റി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ കോപ്പിറൈറ്റ് ആൻഡ് റിലേറ്റഡ് റൈറ്റ്സ്, ഹേഗ് സിസ്റ്റം. ഹേഗ് സിസ്റ്റം എന്താ? ലിസ്ബൺ എഗ്രിമെന്റ്. അതൊക്കെ എന്താണ്? ഈ IPR ബന്ധപ്പെട്ട് പല പല സമയങ്ങളിൽ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഓരോ എഗ്രിമെന്റ്സും ട്രീറ്റീസും ആണ് ഈ പറഞ്ഞിട്ടുള്ള എല്ലാം. ലിസ്ബൺ ഡിസൈൻ ആണോ? ഏതാ? ലോക്കാർനോ ആണ് ഡിസൈൻസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് IPRന്റെ ഓരോ മേഖലകൾക്ക് വേണ്ടിയിട്ട് സ്പെസിഫൈഡ് ആയിട്ട് ഓരോ സ്ഥലങ്ങൾ ഓരോ സമയത്ത് അഡോപ്റ്റ് ചെയ്ത എഗ്രിമെന്റ്സും ട്രീറ്റീസും ഒക്കെയാണ്. അപ്പൊ ഈ ട്രീറ്റീസ് ഒക്കെ എന്തൊക്കെയാണെന്നുള്ള കാര്യം ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ക്ലിയർ ആയോ? വൈപ്പോ ക്ലിയർ ആയോ? വൈപ്പോ ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ, ഉറപ്പല്ലേ? ഇനി അടുത്തത് ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട്സ് ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, ട്രിപ്സ് എഗ്രിമെന്റ്. ഓക്കെ, ട്രിപ്സ് എഗ്രിമെന്റും ഇതേപോലെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആയിട്ട് ബന്ധപ്പെടാൻ ഗ്ലോബലി ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഗ്ലോബലി അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു അഗ്രിമെന്റ് ആണ് ട്രിപ്സ് എഗ്രിമെന്റ്. ഓക്കെ, ട്രിപ്സ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ട്രേഡ്, അതായത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട്സ്, അതേപോലെ അവരുടെ അതായത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ മെമ്പർ കൺട്രീസിന് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമായിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യാനൊക്കെ പ്രൊമോട്ട് ചെയ്യാനും ഇന്റർനാഷണലി എന്തെങ്കിലും IPR ഡിസ്പ്യൂട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റിഡ്രസ് ചെയ്യാനായിട്ടുള്ള മെക്കാനിസം,
അതേപോലെ ട്രേഡിൽ IPR റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ റിസോൾവ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു എഗ്രിമെന്റ്സ് ആണ് ട്രിപ്സ് എഗ്രിമെന്റ്. ഓക്കെ, ഇനി WTO countries have a great deal of flexibility under the TRIPS agreement to customize their methods to IP protection and enforcement to meet their needs and realize public policies. അതായത് ഇവരൊക്കെ WTO മെമ്പർ സ്റ്റേറ്റ്സ് ഒക്കെ ട്രിപ്സ് അഗ്രിമെന്റിനോട് അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ഓരോ കൺട്രീസിനും എന്തുണ്ട്, അവരുടേതായിട്ടുള്ള ഒരു ഫ്രീഡം ഉണ്ട്. മനസ്സിലായോ? ഇതൊക്കെ ഗവേൺ ചെയ്യാനായിട്ട് എന്തുണ്ട്, വൈപ്പോ ഉണ്ട്. ഓക്കെ, മൊത്തത്തിൽ നമുക്ക് ട്രിപ്സ് അഗ്രിമെന്റ് ഇതൊക്കെ ഒരു ജനറൽ ഫ്രെയിം വർക്ക് കൊടുക്കുന്നേ ഉള്ളൂ. അതായത് ഓരോ കൺട്രീസിനും ഇപ്പൊ ഇന്ത്യക്ക് എന്ത് ചെയ്യണം, ഒരു പുതിയ IPR ലോ ഉണ്ടാക്കണം. ഇന്ത്യക്ക് IPR ലോ ഇല്ല, ഒരു പുതിയ IPR ലോ ഉണ്ടാക്കണം. എവിടുന്ന് അവർക്ക് റെഫറൻസ് കിട്ടുക? ഈ ഇന്റർനാഷണൽ അഗ്രിമെന്റ്സ് നിന്നും ട്രീറ്റീസ് നിന്നൊക്കെയാണ് വൈപ്പോ കൊടുത്തിരിക്കുന്ന ഗൈഡ് ലൈൻസ് എന്നൊക്കെയാണ് അവർക്ക് എന്ത് കിട്ടുക, റെഫറൻസ് കിട്ടുക. അത് നോക്കിയിട്ടാണ് അവർ എന്ത് ചെയ്യുക, ഒരു പുതിയ ലോ ഉണ്ടാക്കുക. പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കൂടി WTO കൺട്രീസിനൊക്കെ എന്താണ്, അവർക്ക് അവരുടേതായിട്ടുള്ള ഫ്രീഡം ഉണ്ട്. അവരുടേതായിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്ത് അവരുടേതായിട്ടുള്ള പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യാനും അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഫ്രീഡം എല്ലാ WTO കൺട്രീസിനും ഉണ്ട്. ഓക്കെ, അപ്പോൾ 5 മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ട്രിപ്സ് അഗ്രിമെന്റ് എന്ത് ചെയ്യുന്നത്, അഡ്രസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, how general rules and fundamental ideas of global trading system apply to intellectual property. അതായത് ഗ്ലോബൽ ട്രേഡിങ്ങിന്റെ ജനറൽ റൂൾസും ഫണ്ടമെന്റൽ ഐഡിയാസും ഒക്കെ ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആയിട്ട് എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്, ഇത് തമ്മിൽ എന്താണ് ബന്ധം, ഈ ഗ്ലോബൽ ട്രേഡും ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആയിട്ട് എന്താ ബന്ധം, ഇത് രണ്ടും എങ്ങനെയാണ് ഒന്നിച്ചു വരുന്നത്, അതാണ് ഫസ്റ്റ് ടോപ്പിക്. പിന്നെ വാട്ട് ആർ ദി മിനിമം പ്രൊട്ടക്ഷൻ ക്രൈറ്റീരിയ ഫോർ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ദാറ്റ് മെമ്പേഴ്സ് ഷുഡ് ഓഫർ. അതായത് ഓരോ മെമ്പർ കൺട്രിയും അവരുടേതായിട്ടുള്ള ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിന് കൊടുക്കുന്ന മിനിമം പ്രൊട്ടക്ഷൻ സ്റ്റാൻഡേർഡ്സ്, അതായത് ഇന്ത്യ എന്ന് വരുന്ന ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇന്ത്യ ആയിട്ട് ട്രേഡിൽ ഉൾപ്പെടുന്ന വേറൊരു കൺട്രീന്റെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിന് എന്തൊക്കെ മിനിമം പ്രൊട്ടക്ഷൻ സ്റ്റാൻഡേർഡ്സ് ആണ് ഓരോ മെമ്പർ കൺട്രീസും ഓഫർ ചെയ്യുന്നത്. പിന്നെ തേർഡ് വൺ, വാട്ട് മെക്കാനിസം ഷുഡ് മെമ്പേഴ്സ് ഓഫർ ടു ഡിഫെൻഡ് ദോസ് റൈറ്റ്സ് ഇൻ ദർ ഹോം കൺട്രീസ്. അതായത് എന്തെങ്കിലും ഒരു വയലേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇന്ത്യയിലെ ഒരു IPR എന്ത് ചെയ്തു, റഷ്യ എന്നുള്ള ഒരാള് വയലേറ്റ് ചെയ്തു. അപ്പൊ ഇന്ത്യയിൽ അത് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ എന്തൊക്കെ മെഷേഴ്സ് ആണ് എടുക്കുക എന്നുള്ളത് മനസ്സിലായോ? വാട്ട് മെക്കാനിസം ഷുഡ് മെമ്പർ കൺട്രീസ് ഓഫർ ടു ഡിഫെൻഡ് ദെയർ റൈറ്റ്സ് ഇൻ ദർ ഹോം കൺട്രി. അവരുടെ ഹോം കൺട്രിയിൽ ആരെങ്കിലും അവരുടെ IPR വയലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മെക്കാനിസംസ് ആണ് ഓരോ മെമ്പർ കൺട്രീസും ഓഫർ ചെയ്യാന്നുള്ളത്. പിന്നെ സ്പെസിഫിക് ഇന്ററിം ഫ്രെയിംവർക്ക് ഫോർ റിസോൾവിംഗ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ WTO മെമ്പേഴ്സ് ഇൻ ഓർഡർ ടു ഇംപ്ലിമെന്റ് ട്രിപ്സ് റിക്വയർമെന്റ്സ്. ട്രിപ്സ് റിക്വയർമെന്റ്സ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ WTO മെമ്പേഴ്സ് ഒക്കെ എന്തൊക്കെ പ്രോപ്പർ ഫ്രെയിംവർക്ക് അല്ലെ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷന് വേണ്ടിയിട്ട് എന്തൊക്കെ മെക്കാനിസം ആണ് അവർക്കുള്ളത് എന്നുള്ളത്. പിന്നെ സ്പെഷ്യൽ ട്രാൻസിഷണൽ അറേഞ്ച്മെന്റ്സ് ഫോർ ദി ഇംപ്ലിമെന്റേഷൻ ഓഫ് ട്രിപ്സ് പ്രൊവിഷൻസ്. അതായത് ഈ ഓരോ കൺട്രീസിനും എന്തുണ്ട്, അവരുടേതായിട്ടുള്ള IPR ലോസ് ഉണ്ട് അല്ലെ, അതുമായിട്ട് ഈ ട്രിപ്സ് അഗ്രിമെന്റ് എന്ത് ചെയ്യണം, കൺസിസ്റ്റന്റ് ആയിരിക്കണം അല്ലെ. ഈ മെമ്പർ കൺട്രീസിന് വേണ്ടിയിട്ടാണ് എന്ത് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്, ഈ ട്രിപ്സ് അഗ്രിമെന്റ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ റീജിയണൽ ലോസുമായിട്ട് ഈ ട്രിപ്സ് അഗ്രിമെന്റ് ഓരോ സമയത്തും കൊണ്ടുവരാനായിട്ടുള്ള അല്ലെങ്കിൽ അലൈൻ ചെയ്യാനായിട്ടുള്ള എന്തൊക്കെ ട്രാൻസിഷണൽ അറേഞ്ച്മെന്റ്സ് ആണ് ഓരോ കൺട്രീസിനും ഉള്ളതെന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ടും എന്ത് പറയുന്നുണ്ട്, ട്രിപ്സ് അഗ്രിമെന്റ് പറയുന്നുണ്ട്. അപ്പൊ ട്രിപ്സ് അഗ്രിമെന്റ് അഡ്രസ് ചെയ്യുന്ന 5 മെയിൻ ആയിട്ടുള്ള ഏരിയാസ് ആണ് ഇപ്പൊ ഈ പറഞ്ഞൊക്കെ. ക്ലിയർ ആയോ? ഗാഡ്സ്, ട്രിപ്സ്, വൈപ്പോ ക്ലിയർ ആയോ? ഉറപ്പാണോ? 3 മാർക്ക് ചെയ്ത് വെച്ചോ. ഓക്കെ, ഇനി ഓരോ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഓരോ IPRനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, ഒരാളുടെ ഹ്യൂമൻ മൈൻഡും ഇന്റലക്റ്റും യൂസ് ചെയ്ത് അല്ലെങ്കിൽ എക്സസൈസ് ചെയ്ത് ഒരു ഹ്യൂമൻ മൈൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടീനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. ഹ്യൂമൻ മൈൻഡ് ആൻഡ് ഇന്റലക്ട് യൂസ് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന പ്രോപ്പർട്ടിയാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. ഓക്കെ,
അപ്പോൾ in other words, intellectual property refers to the information that may be used to create tangible goods simultaneously in an infinite number of copies at various locations throughout the globe. അതായത് ഒരു ടാൻജിബിൾ ഗുഡ്, ഓക്കെ, അത് പല പല രൂപത്തിലും പല പല ഭാഗത്തിലും അതിന്റെ എത്ര കോപ്പീസ് വേണമെങ്കിലും ഗ്ലോബിന്റെ അറൌണ്ട് ത്രൂ ഔട്ട് സേഫ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എൻടൈറ്റിൽ ചെയ്യുന്ന ഒരു റൈറ്റ് ആണ് എന്ത്? IPR. മനസ്സിലായോ? അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഈ അഡിഡാസിന്റെ തന്നെ ഒരേ സാധനങ്ങൾ അതേ ബ്രാൻഡിന്റെ പേരിൽ എന്തൊക്കെ സ്ഥലങ്ങളിൽ അവർ വിൽക്കുന്നുണ്ട് അല്ലേ? അവരൊറ്റ ഇൻടാൻജിബിൾ പ്രോപ്പർട്ടിയിൽ ഒരുപാട് കോപ്പീസ് അക്രോസ് ദി ഗ്ലോബ് അവർ വെക്കുന്നത്. അപ്പൊ അതിന് അവർ എൻടൈറ്റിൽ ചെയ്യുന്ന എന്താ? ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആണ്. ആ ഒരു ബ്രാൻഡിന്റെ പ്രൊട്ടക്ഷന്റെ അടിയിൽ അതേ ക്വാളിറ്റിയോട് കൂടിയിട്ട് അവർക്ക് എന്ത് ചെയ്യാം? ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പൊ ഇവിടെ കേരളത്തിൽ അല്ലെങ്കിൽ അമേരിക്കയിൽ US അഡിഡാസ്, ഓക്കെ, അത് മാത്രമാണ് ഒറിജിനൽ അഡിഡാസ് എന്നാണോ നമ്മൾ പറയുന്നത്? അല്ലെങ്കിൽ അമേരിക്കയിൽ US ഐഫോൺ ഇത് മാത്രമാണ് ഒറിജിനൽ ഐഫോൺ? അല്ലല്ലോ. അതേ ക്വാളിറ്റിയിലും അതേ സ്റ്റാൻഡേർഡിലും പല പല സ്ഥലങ്ങളിലും നമുക്ക് കിട്ടുന്നില്ലേ? അത് എന്തുകൊണ്ടാ? അത് IPR ഉള്ളതുകൊണ്ടാ അല്ലേ? അല്ലേ? എന്താണ് പല പല സ്ഥലങ്ങളിൽ ഓരോ സ്ഥലങ്ങളിൽ ഇവരുടെ റീജിയണൽ ബ്രാഞ്ചസ് കൊടുക്കുന്ന സമയത്ത് അവരെന്താ ചെയ്യുന്നത്? അവരുടെ ട്രേഡ് സീക്രട്സ് അല്ലേ? അവരെങ്ങനെയാണ് ഈ സാധനം ബിൽഡ് ചെയ്യുന്നത്? അല്ലെങ്കിൽ KFCക്ക് ഒരു സീക്രട്ട് റെസിപ്പി ഉണ്ട്, ഒരു 18 ഇൻഗ്രീഡിയൻറ്റ് സീക്രട്ട് റെസിപ്പി ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ആ സീക്രട്ട് റെസിപ്പി ഈ ബ്രാഞ്ചസിനല്ലാതെ വേറെ എവിടെയും അവർ എന്ത് ചെയ്യുന്നില്ല? ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. അപ്പൊ അതേ ക്വാളിറ്റിയിൽ അതേ സ്റ്റാൻഡേർഡിൽ ഗ്ലോബിന് അക്രോസ് കോപ്പീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എന്ത് എൻടൈറ്റിൽ ചെയ്യുന്നുണ്ട്? IPR എൻടൈറ്റിൽ ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇനി ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി. ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷന് പറ്റിയ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ നമ്മുടെ ഹ്യൂമൻ മൈൻഡ് ഇന്റലക്ട് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി എന്ന് പറയുക. ഓക്കെ, അപ്പൊ ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിന് കളക്റ്റീവായിട്ട് നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡിസൈൻസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടി ആയിട്ട് ബന്ധപ്പെട്ട റൈറ്റ്സിന് നമ്മൾ കൊടുക്കുന്ന ഒരു കളക്റ്റീവ് ആയിട്ടുള്ള പേരാണ് എന്ത്? ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് ആവശ്യമുള്ള പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി എന്ന് പറയുക. ഓക്കെ, അപ്പൊ അവരെ വേണമെങ്കിൽ നമുക്ക് ഇൻവെൻഷൻ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ക്രിയേഷൻ, ന്യൂ പ്രോഡക്റ്റ്, പ്രോസസ്സ്, മാനുഫാക്ചർ, ഡിസൈൻ, മോഡൽ, ഡിസ്റ്റിങ്റ്റീവ് മാർക്ക്, ഇതൊക്കെ എന്താണ്? ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടിയാണ്. പക്ഷെ ദേ ഷുഡ് ബി കേപ്പബിൾ ഓഫ് ഇൻഡസ്ട്രിയൽ യൂസ്. ഓക്കെ, പേറ്റന്റിന്റെ ഡെഫിനിഷൻ ആണത്. ന്യൂ നോവൽ ക്രിയേഷൻ വിച്ച് ഇസ് കേപ്പബിൾ ഓഫ് ഇൻഡസ്ട്രിയൽ യൂസ്. ഒരു ഇൻഡസ്ട്രിയൽ യൂസിന് കേപ്പബിൾ ആയിട്ടുള്ള പുതിയ നോവൽ ആയിട്ടുള്ള ഒരു ഇൻവെൻഷനാണ് നമ്മൾ എന്ത് പറയുക? പേറ്റന്റ് എന്ന് പറയുക. ക്ലിയർ ആയോ? ഇനി അടുത്തത് പേറ്റന്റ്. പേറ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മൊണോപ്പൊളി അവാർഡ് ദാറ്റ് ഗിവ്സ് ദി ഇൻവെന്റർ കൺട്രോൾ ഓവർ ദി ഔട്ട്പുട്ട് ആൻഡ് അപ് ടു എ സർട്ടൻ പോയിന്റ് ഇൻ ദി ഡിമാൻഡ് കർവ് ദി പേസ് ഓഫ് ദി പേറ്റന്റഡ് ഗുഡ്സ്. ഓക്കെ, അപ്പോ പേറ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതായത് ആരാണോ ആ സാധനം ഉണ്ടാക്കിയത് അയാൾക്ക് ആ പ്രോഡക്റ്റിന്റെ ഔട്ട്പുട്ടിനോടും അല്ലെങ്കിൽ അതിന് എത്ര ഡിമാൻഡ് ഉണ്ടാക്കണം, സൊസൈറ്റിയിൽ അതിന് എത്ര ഡിമാൻഡ് ഉണ്ടാക്കണം, ഒരു പരിധി വരെ അതിന് എത്ര പൈസയ്ക്ക് അത് പുറത്തേക്ക് കൊടുക്കണം, ഇതിന്റെ ഒക്കെ മേലെ ഒരു മൊണോപ്പൊളി അല്ലെങ്കിൽ അയാൾക്ക് മാത്രമുള്ള ഒരു ആർബിട്രറി റൈറ്റ് കൊടുക്കുന്ന ഒരു അവാർഡാണ് എന്ത്? ഒരു റൈറ്റ് ആണ് പേറ്റന്റ്. Okay, but patent system's primary and economic commercial justification is that it encourages investment in industrial innovation. ഇൻഡസ്ട്രിയൽ ഇന്നോവേഷനിൽ അത് കൂടുതൽ എൻകറേജ്മെന്റ് കൊടുക്കും എന്നുള്ളത് കൊണ്ടാണ് അയാൾക്ക് എന്ത് കൊടുക്കുന്നത്? പേറ്റന്റ് കിട്ടുന്നത്. ഇപ്പൊ ഒരാൾക്ക് പേറ്റന്റ് കിട്ടുക, അയാൾക്ക് എല്ലാ കാലത്തും അതിന്റെ പൈസ കിട്ടുക, അയാൾക്ക് എല്ലാ കാലത്തും എന്ത് ചെയ്യുക, ആ ഒരു സാധനത്തിന്റെ അത് അയാളുടെ ആണ് എന്നുള്ളൊരു സംഭവം, ഒരു പേര് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് എന്തുണ്ടാവും? ഒരു എൻകറേജ്മെന്റ് കിട്ടില്ലേ? ഞാൻ എന്തെങ്കിലും സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാ കാലത്തും എന്റെ പേരിൽ അറിയപ്പെടും എന്നുള്ളൊരു സംഭവം കിട്ടുമ്പോൾ കൂടുതൽ ആളുകൾ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കില്ലേ? അതാണ് ആ ഒരു എൻകറേജ്മെന്റ് ആണ് പേറ്റന്റിന് കൊടുക്കുന്ന ഒരു എക്കണോമിക് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ജസ്റ്റിഫിക്കേഷൻ. പിന്നെ ട്രേഡ് മാർക്ക്. അടുത്തത് ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ?
ഒരു മാനുഫാക്ചറിന്റെയോ ഒരു ട്രേഡറിന്റെയോ ഐറ്റം വേറൊരു മാനുഫാക്ചറിന്റെയോ വേറൊരു ട്രേഡറിന്റെയോ ഐറ്റം ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു പ്രോപ്പർട്ടി റൈറ്റ്സ് ആണ് എന്ത്? ട്രേഡ് മാർക്ക്. മനസ്സിലായോ? എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ട്, പക്ഷെ ഒരു മാനുഫാക്ചറിന്റെ ഗുഡ്സ് വേറൊരു മാനുഫാക്ചറിന്റെ ഗുഡ്സ് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു പ്രോപ്പർട്ടി റൈറ്റ് ആണ് എന്ത്? ട്രേഡ് മാർക്സ്. ഓക്കെ, ആ ട്രേഡ് മാർക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡ് ഒരു ലോഗോ തന്നെ ആവണം നിർബന്ധം ഉണ്ടോ? ഒന്നെങ്കിൽ വേർഡ്സ് ആവാം, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ആവാം, അല്ലെങ്കിൽ നമ്പേഴ്സ് ആവാം, സിമ്പിൾസോ അല്ലെങ്കിൽ ഡിവൈസോ അല്ലെങ്കിൽ ലോഗോയോ എന്തും ആവാം എന്ത്? ട്രേഡ് മാർക്ക്. ഓക്കെ, അതൊരു ഇത് തന്നെ ആവണം, അല്ലെങ്കിൽ ഒരു വേർഡ്സോ അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ ഓഫ് കറക്റ്റ് ഇത് തന്നെ ആവണം എന്നൊന്നും യാതൊരു നിർബന്ധമില്ല. ഇപ്പൊ അത് കണ്ടോ, ആ ഏലീസിന്റെ ഇപ്പുറത്തുള്ള സാധനം കണ്ടോ? അത് നമ്പറും വേർഡ്സും ഒന്നും അല്ലല്ലോ, അതെന്താണ്? അതൊരു സിമ്പിളാണ്, എന്തൊക്കെയോ കൂട്ടി വെച്ചിട്ടുള്ള ഒരു സിമ്പിളാണ്. അതെന്താണ്? അതും ട്രേഡ് മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി കോപ്പിറൈറ്റ്. കോപ്പിറൈറ്റ് എന്താ? ലിറ്റററി, ഡ്രാമാറ്റിക് ആൻഡ് ആർട്ടിസ്റ്റിക് വർക്ക്സിന് കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ ആണ് കോപ്പിറൈറ്റ്. ഓക്കെ, അപ്പൊ ഐഡിയ ഓഫ് കോപ്പിറൈറ്റ് പ്രൊട്ടക്ഷൻ ഓൺലി began to emerge with the invention of printing, which made it for literary works to be duplicated by the mechanical process. അതായത് എപ്പോഴാണ് ഈ കോപ്പിറൈറ്റിന്റെ ഒരു കോൺസെപ്റ്റ് വന്നത്? പ്രിന്റിംഗ് ഇല്ലേ, പ്രിന്റിങ്ങിന്റെ ഒക്കെ ഒരു ടെക്നോളജി വന്ന സമയത്താണ് ഈ ഒരു കോപ്പിറൈറ്റിന്റെ കോൺസെപ്റ്റ് എമേർജ് ചെയ്തത്. അല്ലാതെ അതിനു മുന്നേ എങ്ങനെ ആൾക്കാർക്ക് കോപ്പി ചെയ്യാൻ പറ്റുക? ഇപ്പൊ ഞാനൊരു കവിത എഴുതി, ഓക്കെ, അത് ഞാൻ കൈ കൊണ്ട് പകർത്തണം അല്ലേ? അതിപ്പോ ഒത്തിരി ആൾക്കാർക്ക് പകർത്തണമെങ്കിൽ ഞാൻ എന്തുമാത്രം കൈ കൊണ്ട് പകർത്തണം? ഇരുന്ന് എഴുതണ്ടേ? അതെന്തല്ല, അത് പോസിബിൾ അല്ല. അപ്പൊ ആ ഒരു സമയത്ത് കോപ്പിറൈറ്റിന് ഒരു ആവശ്യകത അത്ര ഉണ്ടായിരുന്നില്ല. പിന്നീട് പ്രിന്റിങ്ങിന്റെ കാര്യം വന്നപ്പോഴാണ് ഒരേ വർക്ക് തന്നെ എത്ര വേണമെങ്കിലും മൾട്ടിപ്പിൾ കോപ്പീസ് നമുക്ക് എടുക്കാം അല്ലെ? അങ്ങനെ മൾട്ടിപ്പിൾ കോപ്പീസ് എടുത്തിട്ട് എവിടെ വേണമെങ്കിലും നമുക്ക് സർക്കുലേറ്റ് ചെയ്യാം. അപ്പൊ അത് ശരിക്കും ഉണ്ടാക്കിയ ആൾക്ക് എന്തെങ്കിലും കിട്ടുമോ? ഇല്ല അല്ലെ? അയാൾ ഒരു ബുക്ക് എഴുതി, അയാൾ അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്ക് എത്ര കോപ്പീസ് വിറ്റു പോകുന്നു അതിനനുസരിച്ചിട്ടുള്ള ഇൻകം അയാൾക്ക് കിട്ടില്ലേ? പക്ഷെ ഇയാളുടെ ഈ ബുക്ക് വേറൊരാൾ അയാൾ കാണാതെ കട്ടെടുത്തു, എന്നിട്ട് അയാൾ കുറെ കോപ്പി പ്രിന്റ് ചെയ്തു, എന്നിട്ട് അയാൾ അത് നാട് മൊത്തം വിൽക്കുക. അപ്പൊ ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാൾക്ക് ഇതിന്റെ മേലെ പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ? ഇത് ശരിക്കും ഉണ്ടാക്കിയ ആൾക്ക് എന്ത് കിട്ടുന്നില്ല? പ്രോഫിറ്റ് കിട്ടുന്നില്ല. അപ്പൊ ഈ പ്രിന്റിങ്ങിന്റെ ഒരു കോൺസെപ്റ്റ് എമേർജ് ചെയ്ത സമയത്താണ് ഈ കോപ്പിറൈറ്റിന്റെ ഒരു ആവശ്യകത വന്നു തുടങ്ങിയത്. ക്ലിയർ ആയോ? ഇനി there are well-known instances of legal intervention to punish a person for copying literary. അതായത് പണിഷബിൾ ഒഫൻസ് ആണ് ഏതെങ്കിലും ഒരു ലിറ്റററി, ആർട്ടിസ്റ്റിക്, ഡ്രാമാറ്റിക് വർക്ക് ഒരാളുടെ കൺസെന്റ് ഇല്ലാതെ കോപ്പി ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് അയാളെ പണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ട്? ലീഗൽ ആയിട്ടുള്ള ഇൻസ്റ്റൻസസ് ഉണ്ട്. ക്ലിയർ ആയോ? ലീഗൽ ഇന്റർവെൻഷൻസ് ഉണ്ട്. ഇനി ഇൻഡസ്ട്രിയൽ ഡിസൈൻസ്. ഇൻഡസ്ട്രിയൽ ഡിസൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ എസ്തെറ്റിക് ഫീൽഡ് ബട്ട് അറ്റ് ദ സെയിം ടൈം ഇന്റൻഡഡ് ടു സെർവ് ആസ് എ പാറ്റേൺ ഫോർ മാനുഫാക്ചർ ഓഫ് പ്രോഡക്ട്സ് ഓർ ഇൻഡസ്ട്രിയൽ ഹാൻഡിക്രാഫ്റ്റ്. എന്തെങ്കിലും ഹാൻഡിക്രാഫ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് അതിനൊരു എസ്തെറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ അതൊരു അപ്പീലിംഗ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവമാണ് എന്ത്? ഇൻഡസ്ട്രിയൽ ഡിസൈൻസ്. വെറുതെ ഒരു സാധനം മാനുഫാക്ചർ ചെയ്ത് അങ്ങനെ വെച്ചിരിക്കുന്നത് കൊണ്ട് ആരെങ്കിലും അത് വന്ന് വാങ്ങുമോ? അത് കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള ആളുകളെ അതിലേക്ക് അട്രാക്ട് ചെയ്യുന്ന കുറച്ച് അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു ഡിസൈൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ എന്താണ്? മാർക്കറ്റ് ചെയ്യാൻ, ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഈസിയാണ്. ഓക്കെ, അപ്പൊ ഇൻഡസ്ട്രിയൽ ഡിസൈൻ ഇസ് ദി ഓർണമെന്റൽ ഓർ എസ്തെറ്റിക് ആസ്പെക്ട് ഓഫ് എ യൂസ്ഫുൾ ആർട്ടിക്കിൾ വിച്ച് മസ്റ്റ് അപ്പീൽ ടു ദ സെൻസ് ഓഫ് സൈറ്റ് ആൻഡ് കൺസിസ്റ്റ് ഓഫ് ഷേപ്പ്. അതായത് നമ്മുടെ ഒരു സെൻസ് ഓഫ് സൈറ്റ് ഇല്ലേ? സെൻസ് ഓഫ് സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരാളുടെ കാഴ്ചയെ ആസ്വദിപ്പിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഒരാളുടെ കാഴ്ചയെ അപ്പീൽ ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു എസ്തെറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓർണമെന്റൽ ആയിട്ടുള്ള ഒരു ഡിസൈനെയാണ് നമ്മൾ എന്താ പറയുക? ഇൻഡസ്ട്രിയൽ ഡിസൈൻ. അത് ചിലപ്പോൾ അതിന്റെ ഷേപ്പ് ആവാം, അല്ലെങ്കിൽ പാറ്റേൺ ആവാം, അല്ലെങ്കിൽ കളർ ആവാം, അല്ലെങ്കിൽ എന്താവാം, എന്തും ആവാം. ഫോർ എക്സാമ്പിൾ കിൻഡർ ജോയ് കണ്ടിട്ടില്ലേ? കിൻഡർ ജോയ് ഇറങ്ങിയ സമയത്ത് അതിന്റെ ഒരു ഷേപ്പും അതിന്റെ ഒരു സംഭവം കൊണ്ടൊക്കെ കുട്ടികളിൽ ഭയങ്കര ഒരു ഇതുണ്ടാക്കുന്നല്ലേ? എവിടെ പോയാലും പിള്ളേർ കിൻഡർ ജോയ് പിടിക്കില്ലേ? അതെന്താണ്? അത് അതിന്റെ ആ ഒരു ഷേപ്പും സൈസും ആ ഒരു സംഭവം കൊണ്ടാണ്. അത് ഭയങ്കര എന്താണ്? അതേപോലെ ഈ ചോക്ലേറ്റ്സ് ഒക്കെ എന്താണ്? ഈ ഭയങ്കര പച്ച, മഞ്ഞ, ചുവപ്പ് കളറുള്ള നല്ല നല്ല കളറുള്ള പാക്കറ്റുകളിൽ വെക്കാൻ കാരണം എന്താ? അത് അപ്പീലിംഗ് ആണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അതിന്റെ ഡിസൈനിൽ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറയുന്നത്. പിന്നെ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ, GI.
അപ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി ദാറ്റ് ഡെസിഗ്നേറ്റ്സ് എ നേഷണൽ ലൊക്കേഷൻ വിത്തിൻ ഇറ്റ് ആസ് എ നേഷണൽ പ്ലേസ് ഓഫ് ഒറിജിൻ ഓഫ് ദാറ്റ് പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിന്റെ ഒരു നേഷനോ അല്ലെങ്കിൽ പ്ലേസ് ഓഫ് ഒറിജിനോ ആയിട്ട് ഒരു ഏരിയനെ ഡെസിഗ്നേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ആണ് എന്ത്? ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ. ഓക്കെ, അപ്പൊ ആ ഒരു പേരുകൊണ്ട് അതിന്റെ കൂട്ടത്തിൽ വരുന്ന ഒരു GI ടാഗ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ GI ടാഗിന്റെ കൂട്ടത്തിൽ എന്ത് വരുന്നുണ്ട്? ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വാലിറ്റിന്റെ അഷ്വറൻസ് കൂടെ അവിടെ വരുന്നുണ്ട് അല്ലെ? ഇപ്പൊ നമ്മൾ പഷ്മിന ഷോൾസ്, അത് GI ടാഗ് ഉള്ള പഷ്മിന ഷോൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം അത് കാശ്മീരിൽ നിന്ന് വന്ന പഷ്മിന ഷോൾസ് തന്നെയാണ്. മനസ്സിലായോ? അല്ലെങ്കിൽ ഡാർജിലിംഗ് ടീ, ഒരു GI ടാഗ് ഉള്ള ഡാർജിലിംഗ് ടീ ആണെന്നുണ്ടെങ്കിൽ അത് ഡാർജിലിംഗ് എന്നുള്ള ഡാർജിലിംഗ് ടീ തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. അതാണ് അതിന്റെ ഗുണം. ഓക്കെ, അപ്പോ ഒരു ജോഗ്രഫിക്കൽ പ്ലേസോ അല്ലെങ്കിൽ ഒരു റീജിയണോ അല്ലെങ്കിൽ ആ ഒരു പ്രദേശമായിട്ട് ബന്ധപ്പെട്ട് ഒരു വരുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രദേശം കൊണ്ട് വരുന്ന അതിൻ്റെ ഒരു നേച്ചറോ ക്വാളിറ്റിയോ ഗ്യാരണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ. ഓക്കെ, അപ്പോ ബ്യൂറോഡോക്സ് വൈൻ, ഡാർജിലിംഗ് ട്രീ, ചന്ദേരി സാരീസ്, കുളു ഷോൾസ്, ടസ്കനി ഒലിവ് ഓയിൽ, കാഞ്ചീപുരം സിൽക്ക് സാരീസ്, അൽഫോൻസോ മാംഗോ, നാഗ്പൂർ ഓറഞ്ച്, കോലാപുരി ചപ്പൽസ്, ഇതൊക്കെ എന്താണ്? GIs ആണ്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി ട്രേഡ് സീക്രട്ട്. ട്രേഡ് സീക്രട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ട്രേഡ് സീക്രട്ട്? പറ. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കുന്ന ഒരു മെത്തഡ് അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റ് ഡിസൈൻ, ആ ഒരു സാധനം ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റോ ഡിസൈനോ പാറ്റേണോ കളക്ഷൻ ഓഫ് ഇൻഫർമേഷനോ ദാറ്റ് ഈസ് നോട്ട് വൈഡ്ലി നോൺ ഓർ ഈസിലി ഡിസ്കവറബിൾ, ബാക്കിയുള്ള ആളുകൾക്കൊന്നും പെട്ടെന്ന് അറിയാനോ കിട്ടാത്തതോ ആയിട്ടുള്ള ഒരു നേച്ചറോ അല്ലെങ്കിൽ പ്രൊസീജിയറോ പ്രാക്ടീസിനൊക്കെയാണ് നമ്മൾ എന്താ പറയാ? ട്രേഡ് സീക്രട്ട് എന്ന് പറയാം. ഇപ്പൊ നേരത്തെ പറഞ്ഞ KFC ഇല്ലേ, സാധാരണ എങ്ങനെയാ ബ്രോസ്റ്റ് ഉണ്ടാക്കുന്നത്? ചെറുതായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് കോൺഫ്ലവറിൽ മുക്കി പിന്നെ വെള്ളത്തിൽ മുക്കി പിന്നെ കോൺഫ്ലവറിൽ ഇട്ടിട്ട് എണ്ണയിൽ മുക്കി അരിച്ചാൽ ബ്രോസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇതാണ് ബേസിക് റെസിപ്പി. പക്ഷെ KFCക്ക് കുറച്ച് ടേസ്റ്റ് വ്യത്യാസമില്ലേ? ഉണ്ട്. അവർക്കൊരു സ്പെഷ്യൽ 18 ഇൻഗ്രീഡിയൻസ് ഉണ്ട് KFCക്ക്. ഓക്കെ, അതാണ് അവർ പറയുന്ന അവരുടെ ട്രേഡ് സീക്രട്ട്. ഇതേപോലെ എല്ലാ ബ്രാൻഡിനും എല്ലാ പേറ്റന്റിനും എല്ലാ സാധനത്തിനും എന്തുണ്ടാവും? ഒരു ട്രേഡ് സീക്രട്ട് ഉണ്ടാവും. ഓക്കെ, ബാക്കിയുള്ളവർക്ക് വൈഡ്ലി നോൺ അല്ലാത്ത അല്ലെങ്കിൽ അത്ര ഈസിലി ബാക്കിയുള്ളവർക്ക് കിട്ടാത്ത ഒരു ഡിസ്കവറബിൾ അല്ലാത്ത ഒരു കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ പ്രാക്ടീസിനെ പ്രൊസീജിയറിനൊക്കെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ട്രേഡ് സീക്രട്ട്. ഓക്കെ, അപ്പോൾ ഒരു എന്റർപ്രൈസ് മേ ഗെയിൻ എ കളക്റ്റീവ് കോമ്പറ്റേറ്റീവ് എഡ്ജ് ഫ്രം സീക്രട്ട് ബിസിനസ് ഇൻഫർമേഷൻ. ഒരു സീക്രട്ട് ബിസിനസ് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് ബാക്കി ഇൻഡസ്ട്രീസിന് അല്ലെങ്കിൽ ബാക്കി ബിസിനസ്സിനെ വെച്ച് നോക്കുമ്പോൾ അവർക്കൊരു അഡ്വാൻറ്റേജ് ഇല്ലേ? ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഇല്ലേ? ഉണ്ട്. ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത് ട്രേഡ് സീക്രട്ട്. ഇനി നാഷണൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് പോളിസി. National Intellectual Property Rights Policy was put into place to encourage innovation, enhance business climate, make it easier to commercially utilize intellectual property. അപ്പോൾ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി പുതിയതായിട്ട് ഇന്നോവേഷൻ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു മൊത്തത്തിലുള്ളൊരു ബിസിനസ് ക്ലൈമറ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് എന്തു കൊണ്ടുവന്നത്? നാഷണൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് പോളിസി കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ പോളിസി ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ഇന്ത്യസ് പ്രൊക്ലമേഷൻ ദാറ്റ് ദിസ് ഡെക്കേഡ് ഓഫ് ഇന്നോവേഷൻ. അതായത് ഇന്ത്യ ഇതൊരു ഡെക്കേഡ് ഓഫ് ഇന്നോവേഷൻ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഡെക്കേഡ് എന്ന് പറഞ്ഞാൽ എത്ര വർഷം? 100 അല്ലേ? 100 ഒരു ഡെക്കേഡ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഡെക്കേഡ് ഒരു 2000 എന്ന് പറയുന്ന ആ ഒരു ഡെക്കേഡ് ഓഫ് ഇന്നോവേഷൻ ആയിട്ട് ആര് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്? ഇന്ത്യൻ ഗവൺമെന്റ് പ്രൊക്ലെയിം ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു പ്രൊക്ലമേഷന് ഇൻ അഡീഷൻ ത്രൂ അതിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നാഷണൽ പോളിസി എന്ത് ചെയ്തിട്ടുള്ളത്? കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ IPR പോളിസി എന്തൊക്കെയാണ് മെയിൻലി? അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോട്ടോ. നാഷണൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ആ ടെക്സ്റ്റിലില്ലേ? പോളിസി ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോട്ടോ. പ്രോപ്പർ ആയിട്ട് അവരുടെ മെയിൻ ഫോക്കസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംപ്രൂവിങ് ആക്സസ് ടു ഹെൽത്ത് കെയർ, ഫുഡ് സെക്യൂരിറ്റി ആൻഡ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ എമംഗ് അതർ ഏരിയാസ് ഓഫ് ക്രിട്ടിക്കൽ സോഷ്യൽ എക്കണോമിക് ടെക്നോളജിക്കൽ ഇമ്പോർട്ടൻസ്. അതായത് ഹെൽത്ത് കെയർ, ഫുഡ് സെക്യൂരിറ്റി, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഈ ഏരിയാസിലേക്കൊക്കെ IPR എന്ത് ചെയ്യാനായിട്ട്? എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട്. അപ്പൊ ഈ ഏരിയാസിലേക്കൊക്കെ IPR എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ എന്താണ്? ഈ ഏരിയാസിലൊക്കെ പുതിയ ഇന്നോവേഷൻ വരും. പുതിയ ഇന്നോവേഷൻ വരുമ്പോൾ എന്താണ്? അവിടെ എക്കണോമിക് ഗ്രോത്ത് വരും.
അപ്പോൾ ബാക്കി ഏരിയാസിന്റെ കൂട്ടത്തിൽ തന്നെ ഈ ഏരിയാസ്, അതായത് ഹെൽത്ത് കെയർ, ഫുഡ് സെക്യൂരിറ്റി, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ, ഈ ഏരിയാസിലേക്കൊക്കെ എന്ത് ചെയ്യാനായിട്ട് IPRന്റെ ആക്സസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഫസ്റ്റ് ഫോക്കസ്. പിന്നെ സെക്കൻഡ് ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഫോസ്റ്ററിങ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ ആൻഡ് ദെയർബൈ പ്രൊമോട്ടിംഗ് ഓൺടർപ്രണർഷിപ്പ് ആൻഡ് എൻഹാൻസിങ് സോഷ്യോ എക്കണോമിക് ആൻഡ് കൾച്ചറൽ ഡെവലപ്മെന്റ്. ക്രിയേറ്റിവിറ്റി ഇന്നോവേഷൻ എന്ത് ചെയ്യാനായിട്ട്? ഫോസ്റ്റർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിന് എൻകറേജ്മെന്റ് കൊടുക്കാനായിട്ട്. ഇത് ഫോസ്റ്റർ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? ഓൺടർപ്രണർഷിപ്പ് കൂടും. ഓൺടർപ്രണർഷിപ്പ് കൂടുമ്പോൾ എന്താ ഉണ്ടാവുക? സോഷ്യോ എക്കണോമിക് അതേപോലെ കൾച്ചറൽ ഡെവലപ്മെന്റും എന്ത് ചെയ്യും? കൂടും. ഓക്കെ. ദി പോളിസി ഔട്ട്ലൈൻ സെവറൽ ഗോൾസ് ദാറ്റ് ആർ ഫർദർ ക്ലാസ് ഡിഫൈൻഡ് വിത്ത് ദി actions that must be taken by the designated nodal minister department. ഓരോ designated ministry, അതായത് ഓരോ ഏരിയയിലുള്ള മിനിസ്ട്രി ഏറ്റെടുക്കേണ്ട പ്രത്യേകം പോളിസി ഔട്ട്ലൈൻസും, അതായത് 7 ഗോൾസ് ഉള്ള പോളിസി ഔട്ട്ലൈനും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ നാഷണൽ പോളിസി കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, IPR അവയർനെസ്. IPR അവയർനെസ്, ഔട്ട്റീച്ച് ആൻഡ് പ്രൊമോഷൻ. അതായത് ഈ IPR എന്താണ്? ഇപ്പോഴും മൊത്തത്തിൽ ഇപ്പൊ ലോ പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാമായിരിക്കും IPR എന്താണ്, അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക ഏരിയനെ പറ്റി പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാമായിരിക്കും IPR എന്താണ്. അല്ലാതെ IPR എന്താണെന്ന് സാധാരണ ആൾക്കാർക്ക് അറിയോ? ഇല്ല. പക്ഷെ അത് ലോ പഠിക്കുന്ന ആളുകൾ മാത്രം അറിയേണ്ട കാര്യമാണ് IPR. ആർക്കാണ് ഈ IPR കൊടുക്കുക? ഓൺടർപ്രണേഴ്സിനാണ്. എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്യുന്നവർക്കാണ് എന്ത് ചെയ്യുക? IPR കൊടുക്കുക. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, ഇത് പുതിയത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടെന്ന് എല്ലാവരിലേക്കും എത്തിക്കണം. ആ ഒരു ഔട്ട്റീച്ച് കൊണ്ടുവരണം. അതിനാണ് എന്ത്? IPR അവയർനെസ്. പിന്നെ ജനറേഷൻ ഓഫ് IPRs. ജനറേഷൻ ഓഫ് IPR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പുതിയ IPRs ക്രിയേറ്റ് ചെയ്യുക. മനസ്സിലായോ? ഇപ്പൊ നിലവിലുള്ള IPRകൾ ഏതൊക്കെയാ? കോപ്പിറൈറ്റ്, പേറ്റന്റ്, ട്രേഡ് മാർക്ക്, ഇതേപോലെ പുതിയ IPRs എന്ത് ചെയ്യാനായിട്ട്? ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടു സ്റ്റിമുലേറ്റ് ദി ജനറേഷൻ ഓഫ് IPR. പിന്നെ ലീഗൽ ആൻഡ് ലെജിസ്ലേറ്റീവ് ഫ്രെയിംവർക്ക്. അതായത് നമുക്ക് പ്രോപ്പർ ആയിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള IPR ലോസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്, IPR വയലേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ലീഗൽ ആക്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്, ഇതൊക്കെ എന്താണ് IPR പോളിസിയിലുള്ള വൺ ഓഫ് ദി ഗോളാണ്. പിന്നെ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ്. അതായത് IPR അഡ്മിനിസ്ട്രേഷൻ പ്രോപ്പർ ആയിട്ട് സ്ട്രെങ്തൻ ചെയ്യാനും അതൊന്ന് മോഡേണൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ. പിന്നെ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് IPR. കൊമേഴ്ഷ്യലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അത് തന്നെ ഒരു ബിസിനസ് ആക്കുക. മനസ്സിലായോ? അതായത് ഈ ഓരോ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ അതേപോലെ ഇതെന്നൊക്കെ പറയുന്നത് അത്ര സില്ലി ആയിട്ടുള്ള കാര്യമല്ല. നമ്മൾ പൈസ കൊടുക്കണം ട്രേഡ് മാർക്കൊക്കെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? 4000-5000 രൂപയൊക്കെ കൊടുക്കണം. അപ്പൊ ഇതെന്താണ്? അത് കൊമേഴ്ഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗവൺമെന്റിന് അതെന്താണ്? അതൊരു ഇൻകം ആണ്, അല്ലേ? ആണ്. പിന്നെ എൻഫോഴ്സ്മെന്റ് ആൻഡ് അഡ്ജുഡിക്കേഷൻ. എന്തെങ്കിലും IPR വയലേഷൻ, IPR ഇൻഫ്രിഞ്ച്മെന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അഡ്ജുഡിക്കേറ്റ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് പണിഷ്മെന്റ്സും കാര്യങ്ങളൊക്കെ എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഹ്യൂമൻ ക്യാപിറ്റൽ ഡെവലപ്മെന്റ്. അതായത് ഹ്യൂമൻ റിസോഴ്സസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കപ്പാസിറ്റീസ്, ട്രെയിനിങ്, ടീച്ചിങ്, IPRന്റെ മേഖലകളിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാനായിട്ട്? ഡിപ്ലോയ് ചെയ്ത് അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? ഉറപ്പല്ലേ? അടുത്ത ചാപ്റ്റർ എടുക്കണോ? വലിയ ചാപ്റ്റർ. ഒരു 1 മണി വരെ എടുക്കാം അല്ലേ? 1 മണിക്ക് ഞാൻ പതിവ് സമയം ഉണ്ടല്ലോ. കുറച്ചേരം നിങ്ങൾ 5 മിനിറ്റ് വെറുതെ കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാം പേറ്റന്റ്.
ഓക്കെ, നോക്കാം പേറ്റൻസ്. Chapter 16, patents. Okay. ഇൻട്രൊഡക്ഷൻ. പേറ്റന്റ് എന്താണെന്നാണ് പറയുന്നത്. അപ്പൊ സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ആണ് പേറ്റന്റ്. അതായത് ഒരു സാധനം ഇൻവെന്റ് ചെയ്ത ഒരാൾക്ക് ഒരു ലിമിറ്റഡ് പീരീഡ് ഓഫ് ടൈമിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ആണ് എന്ത്, പേറ്റന്റ്. ഓക്കെ, ആ ഒരു മറ്റേ റൈറ്റ് കൊടുത്തിരിക്കുന്ന ആ ഒരു സമയത്ത് അയാൾക്ക് എന്ത് ചെയ്യാം, ഹി ക്യാൻ എക്സ്ക്ലൂഡ് അതേഴ്സ്. അതായത് ബാക്കിയുള്ള ആളുകൾ അയാളുടെ ഇൻവെൻഷൻ യൂസ് ചെയ്യേ അല്ലെങ്കിൽ മേക്ക് ചെയ്യേ സെല് ചെയ്യേ ഇമ്പോർട്ട് ചെയ്യേ ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അയാൾക്ക് എന്ത് ചെയ്യാം, റെസ്ട്രിക്ട് ചെയ്യാം. ഓക്കെ, ഇൻ റിട്ടേൺ എന്താ കൊടുക്കുക, ഗവൺമെന്റിന് ഈ പേറ്റന്റിന്റെ ഫുൾ ഇൻഫർമേഷൻ എന്ത് ചെയ്യും, ഗവൺമെന്റിന് കൊടുക്കും. ഓക്കെ, ഗവൺമെന്റിന് ഈ പേറ്റന്റിന്റെ ഫുൾ ഇൻഫർമേഷൻ കൊടുക്കുമ്പോഴാണ് ഗവൺമെന്റ് എന്ത് ചെയ്യുക, ആ സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ്, അതായത് ഇയാൾക്ക് ഇതിന്റെ മേലൊരു പേറ്റന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ഗവൺമെന്റ് അയാൾക്ക് കൊടുക്കാം. അങ്ങനെ ഒരു സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ഗവൺമെന്റ് അയാൾക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പ്രോഡക്റ്റ് വേറെ ആരെങ്കിലും യൂസ് ചെയ്യുക സെല് ചെയ്യുക മേക്ക് ചെയ്യുക ഒക്കെ ചെയ്യുന്നതിന് അയാൾക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ളവരെ എക്സ്ക്ലൂഡ് ചെയ്യാം. ക്ലിയർ ആയോ? അതൊരു മോണോപോളി ഗ്രാന്റ് ആണ്. ഓക്കെ, അതായത് അയാളുടെ ഒരു ഇൻവെൻഷൻ എങ്ങനെ ആളുകളിലേക്ക് എത്തണം, എത്ര ആളുകളിലേക്ക് എത്തണം, എത്ര പൈസയ്ക്ക് ആളുകളിലേക്ക് എത്തണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യാനായിട്ടുള്ള ഒരു മോണോപോളി ഗ്രാന്റ് ആണ് എന്ത് പേറ്റന്റ്. ഓക്കെ, അതായത് ഹി ക്യാൻ ഡിസൈഡ് ദി ഔട്ട്പുട്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് ഏത് തോതിൽ ഏത് രീതിയിൽ ആൾക്കാരിലേക്ക് എത്തണം എന്നുള്ളൊരു ഔട്ട്പുട്ട് ആർക്ക് കൺട്രോൾ ചെയ്യാം, പേറ്റന്റിക്ക് കൺട്രോൾ ചെയ്യാം. ക്ലിയർ ആയോ? ഇനി പേറ്റന്റ് സെക്ഷൻ 2 clause 1 clause M ഓഫ് ദി പേറ്റന്റ് ആക്ട് 1970 ആണ് എന്ത് ഡിഫൈൻ ചെയ്യുന്നത്, പേറ്റന്റിനെ ഡിഫൈൻ ചെയ്യുന്നത്. Okay, defines the term patent as to mean a patent for any invention granted under the Patents Act. Patent Act'ൽ അടിയിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഏതൊരു ഇൻവെൻഷനെയും അല്ലെങ്കിൽ ഗ്രാന്റ് ചെയ്തിട്ടുള്ള ഏതൊരു ഇൻവെൻഷനെയും നമ്മൾ എന്താ പറയാ, പേറ്റന്റ് എന്ന് പറയും. ഓക്കെ, പേറ്റന്റ് സെക്ഷൻ 2 clause 1 clause P ആണ് പേറ്റന്റ് ആക്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ ആർക്കാണോ ഈ പേറ്റന്റ് റൈറ്റ് കൊടുത്തിട്ടുള്ളത് ഫോർ ദ ടൈം ബീയിങ്, ഫോർ ഹൂം ഇറ്റ് ഇസ് ഗ്രാന്റഡ്, ആരുടെ പേരിലാണ് ഈ രജിസ്ട്രേഷൻ കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ അതിന്റെ പ്രൊപ്പറേറ്റർ ആരാണ് അയാളുടെ പ്രൊപ്പറേറ്റർ ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അയാളെയാണ് നമ്മൾ എന്ത് പറയാ, പേറ്റന്റ് എന്ന് പറയാം. ഇനി ഇൻവെൻഷൻ സെക്ഷൻ 2 clause 1 clause J of the Act defines invention as to mean a new product or process involving an inventive step and is capable of industrial application. ഒരു പുതിയ ഇൻവെന്റീവ് സ്റ്റെപ്പ് ഉള്ള ഒരു ഇൻവെൻഷൻ, ആ ഒരു ഇൻവെൻഷൻ എന്തിനു ഉതകുന്നതായിരിക്കണം, ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ, അതായത് മൊത്തത്തില് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഇൻവെൻഷൻ എന്ന് പറയാ. ഓക്കെ, ഇനി സ്പെസിഫിക്കേഷൻ. സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതായത് നമ്മൾ എപ്പോഴും പേറ്റന്റിന് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സ്പെസിഫിക്കേഷൻ കൊടുക്കണം. അതായത് കംപ്ലീറ്റ് സ്പെസിഫിക്കേഷനും ഉണ്ട്, മറ്റേ സ്പെസിഫിക്കേഷൻ ഉണ്ട്. അതായത് ആ പേറ്റന്റിന്റെ എല്ലാ പെർട്ടിക്കുലേഴ്സും ഉള്ള എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടത്, എന്താണ് ഇതിൻ്റെ അകത്തെ നോവൽറ്റി, എങ്ങനെയാണ് ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഇതിന്റെ അഡ്വാൻറ്റേജസ് എങ്ങനെയാണ്, അങ്ങനത്തെ എല്ലാ പെർട്ടിക്കുലേഴ്സും മെൻഷൻ ചെയ്യുന്ന ഒരു ടെക്നോ ലീഗൽ ഡോക്യുമെന്റ് ആണ് എന്ത്, സ്പെസിഫിക്കേഷൻ. ഓക്കെ, specification is a techno-legal document containing scientific and technical disclosure and claims for the invention which is the basis of rights of a patent. ഒരു പേറ്റന്റിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള റൈറ്റ്സ് പറയുന്ന ഒരു ടെക്നോ ലീഗൽ ഡോക്യുമെന്റ് ആണ് എന്ത്, സ്പെസിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഒരു പേറ്റന്റ് ആപ്ലിക്കേഷനിലെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള സാധനമാണ് എന്ത്, സ്പെസിഫിക്കേഷൻ. മനസ്സിലായോ? നമ്മൾ സ്പെസിഫിക്കേഷൻ കൊടുത്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, പേറ്റന്റ് ഗ്രാന്റ് ചെയ്ത് കിട്ടുള്ളൂ. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് പേറ്റന്റ് കോർപ്പറേഷൻ ട്രീറ്റി. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോ, പേറ്റന്റ് കോർപ്പറേഷൻ ട്രീറ്റി. ഓക്കെ, 150 കൂടുതൽ കോൺട്രാക്ടിങ് സ്റ്റേറ്റ്സ് പാർട്ടീസ് ആയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ട്രീറ്റിയാണ് എന്ത്,
പേറ്റന്റ് കോർപ്പറേഷൻ ട്രീറ്റി. ഓക്കെ, അപ്പോ ഇതിൽ ചില ഫോർമൽ റിക്വയർമെന്റ്സും അതേപോലെ ചില ഫോർമൽ ഓബ്ലിഗേഷൻസും ഒക്കെ ഉണ്ട്. അപ്പൊ ഈ പേറ്റന്റ് കോർപ്പറേഷൻ ട്രീറ്റിയിൽ പാർട്ടി ആയിട്ടുള്ള കോൺട്രാക്ടിങ് സ്റ്റേറ്റ്സ് ഒക്കെ എന്ത് ചെയ്യണം? ഈ ഫോർമൽ റിക്വയർമെന്റ്സ് ഫോളോ ചെയ്യണം. ക്ലിയർ ആയോ? അതായത് അവരുടെ പ്രത്യേക രാജ്യങ്ങളിൽ എങ്ങനെയാണ് പേറ്റന്റ് കൊടുക്കേണ്ടത്, എന്താണ് അതിന്റെ ആപ്ലിക്കേഷൻ എന്നൊക്കെ പറയുന്ന ചില ഫോർമൽ റിക്വയർമെന്റ്സ് ഈ പേറ്റന്റ് കോർപ്പറേഷൻ ട്രീറ്റിയിലുണ്ട്. അപ്പോൾ ഇതിൽ പാർട്ടി ആയിട്ടുള്ള അല്ലെങ്കിൽ മെമ്പർ ആയിട്ടുള്ള കോർപ്പറേറ്റിംഗ് സ്റ്റേറ്റ്സ് ഒക്കെ എന്ത് ചെയ്യണം? അത് ഫോളോ ചെയ്യണം. ക്ലിയർ ആയോ? ഇനി അടുത്തത്, the PCT makes it possible to seek patent protection for an invention simultaneously in a larger number of countries by filing a single international patent application instead of filing several separate national or regional patent applications. However, granting of patent remains under the control of the national regional patent offices after the corresponding national phase application has been filed. The national phase application is assessed as per patent law of that jurisdiction. അപ്പോൾ ഈ പേറ്റന്റ് കോർപ്പറേഷൻ ട്രീറ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമുക്ക് പല പല രാജ്യങ്ങളിൽ പേറ്റന്റ് പ്രൊട്ടക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ഈ പേറ്റന്റ് കോർപ്പറേഷൻ ട്രീറ്റിന്റെ മെമ്പർ കൺട്രി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ രാജ്യങ്ങളിലും കൂടെ ഒരൊറ്റ സിംഗിൾ പേറ്റന്റ് ആപ്ലിക്കേഷൻ കൊടുക്കാം. ക്ലിയർ ആയോ? അതാണ് പേറ്റന്റ് കോർപ്പറേഷൻ ട്രീറ്റിന്റെ അഡ്വാൻറ്റേജ്. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അമേരിക്കയിൽ പോയിട്ടൊരു ആപ്ലിക്കേഷൻ കൊടുക്കണം, ഇന്ത്യയിൽ വേറൊരു ആപ്ലിക്കേഷൻ കൊടുക്കണം, ആഫ്രിക്കയിൽ വേറൊരു ആപ്ലിക്കേഷൻ കൊടുക്കണം, ഇങ്ങനെ പല പല രാജ്യങ്ങളിൽ എന്ത് ചെയ്യണം? ആപ്ലിക്കേഷൻ കൊടുക്കണം. ഓക്കെ, അപ്പോ പേറ്റന്റ് കോർപ്പറേഷൻ ട്രീറ്റിന്റെ ബെനിഫിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നിൽ കൂടുതൽ രാജ്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം? സൈമിൾട്ടേനിയസ് ആയിട്ട് പേറ്റന്റ് ആപ്ലിക്കേഷൻ കൊടുക്കാം. ഒരു സിംഗിൾ ഇന്റർനാഷണൽ പേറ്റന്റ് ആപ്ലിക്കേഷൻ വഴി ഒന്നിൽ കൂടുതൽ രാജ്യങ്ങളിൽ സൈമിൾട്ടേനിയസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പേറ്റന്റ് ആപ്ലിക്കേഷൻസ് കൊടുക്കാം. ഓക്കെ, അവിടെ എല്ലാം നമുക്ക് പേറ്റന്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം എനിക്കിവിടെ ഇന്ത്യയിലും എന്തുണ്ട്? പേറ്റന്റ് ഉണ്ട്. പക്ഷെ ഈ സാധനം അമേരിക്കയിൽ ആരെങ്കിലും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ പോയിട്ട് വെക്കാൻ പറ്റില്ലല്ലോ. ഇന്ത്യയിലെ ലോ അനുസരിച്ച്, ഇന്ത്യൻ പേറ്റന്റ് ലോ അനുസരിച്ച് ഇന്ത്യയിലല്ലേ എനിക്ക് ഇൻഫ്രിഞ്ച്മെന്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അമേരിക്കയിലും എനിക്ക് പേറ്റന്റ് പ്രൊട്ടക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അമേരിക്കയിലും പേറ്റന്റ് ആപ്ലിക്കേഷൻ കൊടുക്കണം. പക്ഷെ പി സി ടിയിലെ മെമ്പർ കൺട്രീസ് ആയിട്ടുള്ള ആൾക്കാരിൽ പി സി ടിന്റെ ബെനിഫിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഒറ്റ ഇന്റർനാഷണൽ ആപ്ലിക്കേഷൻ കൊണ്ട് ഒന്നിൽ കൂടുതൽ രാജ്യങ്ങളിൽ എനിക്ക് എന്ത് ചെയ്യാം? പേറ്റന്റ് ആപ്ലിക്കേഷൻ കൊടുക്കാം. ക്ലിയർ ആണോ? അതാണ് പി സി ടിന്റെ ബെനിഫിറ്റ്. അപ്പൊ ഈ രാജ്യങ്ങളിലൊക്കെ സൈമിൾട്ടേനിയസ് ആയിട്ട് പല 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 രാജ്യങ്ങളുമായിട്ട് ഓരോ രാജ്യങ്ങളും സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് പകരം ഒന്നിൽ കൂടുതൽ രാജ്യങ്ങളിൽ ഒന്നിച്ച് നമുക്ക് ഒരൊറ്റ ഇന്റർനാഷണൽ പേറ്റന്റ് ആപ്ലിക്കേഷൻ എന്ത് ചെയ്യാം? കൊടുക്കാം. ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? എല്ലാ കൺട്രീസും അല്ല, 150 കൂടുതൽ കോൺട്രാക്ടിങ് സ്റ്റേറ്റ്സ് ആണ് പി സി ടിയിലുള്ളത്. അപ്പൊ പി സി ടിയിൽ മെമ്പേഴ്സ് ആയിട്ടുള്ള കോൺട്രാക്ട് സ്റ്റേറ്റുകളിൽ നമുക്ക് പേറ്റന്റ് പ്രൊട്ടക്ഷൻ കിട്ടാനായിട്ട് ഒരു സിംഗിൾ ഇന്റർനാഷണൽ പേറ്റന്റ് ആപ്ലിക്കേഷൻ പി സി ടി വഴി കൊടുക്കാം. അതായത് പി സി ടിന്റെ ഭാഗമല്ലാത്ത ഒരു രാജ്യത്തിൽ നമുക്ക് പി സി ടി വഴി കൊടുക്കാൻ പറ്റില്ലല്ലോ. പി സി ടിയിലെ മെമ്പർ 150 ഏതൊക്കെ രാജ്യങ്ങളാണുള്ളത്? ഇന്ത്യ ഒക്കെ പി സി ടിയുടെ ഒരു ഭാഗമാണ്. ഇന്ത്യ, US, UK ഒക്കെ. 150 കൺട്രീസ് ഏതൊക്കെയാണെന്ന് എനിക്കറിയില്ല. 150 കൂടുതൽ കൺട്രീസ് ഉണ്ട്. UN അല്ല, പി സി ടി വേറൊരു ട്രീറ്റിയാ. ഓക്കെ, അപ്പോ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ നമ്മുടെ റീജിയണൽ കൺട്രിയിൽ നമ്മുടെ റീജിയണൽ നാഷണൽ ഫേസിൽ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? സൈമിൾട്ടേനിയസ് ആയിട്ട് പി സി ടിയിൽ ഇന്റർനാഷണൽ ആപ്ലിക്കേഷൻ കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആയോ? ആദ്യം നമ്മൾ നാഷണൽ ജുറിസ്ഡിക്ഷനിൽ ആ ഒരു പേറ്റന്റ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് അത് അസസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക? പി സി ടിയിൽ ഇന്റർനാഷണൽ ആപ്ലിക്കേഷൻ കൊടുക്കുക. ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്ക നിങ്ങള്. നാഷണൽ ഫേസ് ആപ്ലിക്കേഷൻ അസസ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് എന്ത് കിട്ടുക? മറ്റേ ആപ്ലിക്കേഷൻ. ആദ്യം നാഷണൽ ഫേസ് ആപ്ലിക്കേഷൻ ആണ് എന്ത് ചെയ്യുക? ഗ്രാന്റ് ചെയ്ത് കിട്ടുക. മനസ്സിലായോ? അതായത് ആദ്യം ഞാൻ ഇന്ത്യയിൽ കൊടുത്ത സാധനം അസസ് ചെയ്ത് അതിന് പേറ്റന്റ് കിട്ടിയതിന് ശേഷമാണ് എനിക്ക് എന്ത് ചെയ്യുക? ഇന്റർനാഷണൽ പേറ്റന്റ് കിട്ടുക. മനസ്സിലായോ? അഡ്വാൻറ്റേജ് ഓഫ് പേറ്റന്റും കൂടെ എടുത്തിട്ട് നിർത്താം. ഓക്കെ,
അഡ്വാൻറ്റേജ് ഓഫ് പേറ്റൻസ്. എന്തൊക്കെയാ അഡ്വാൻറ്റേജസ് ഓഫ് പേറ്റൻസ് നിങ്ങൾക്ക് തോന്നണ പറ? സ്യൂ ചെയ്യാനുള്ള റൈറ്റ് കിട്ടും, പിന്നെ വിൽക്കാനുള്ള റൈറ്റ്, പിന്നെ വേറെ ആർക്കും അത് പെർമിഷൻ ഇല്ലാതെ യൂസ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് അല്ലേ? ഫസ്റ്റ് വൺ, കംപ്ലീറ്റ് റൈറ്റ്സ് ടു റെസ്ട്രിക്ട് ഔട്ട്സൈഡർ ഫ്രം മേക്കിംഗ്, ഓപ്പറേറ്റിംഗ്, പ്രൊവൈഡ് ആക്സസിബിലിറ്റി ടു ബി ബോട്ട്, പ്രൊവൈഡിംഗ് ഓർ പുട്ടിംഗ് ഇൻ പ്രോഡക്റ്റ് വിത്തൗട്ട് ഹിസ് കൺസെന്റ്. അതായത് ഒരാളുടെ ഒരു കൺസെന്റ് ഇല്ലാതെ യാതൊരു ഔട്ട്സൈഡർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു സാധനം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വിൽക്കാനോ വേറൊരു പബ്ലിക് ആയിട്ടുള്ള ഒരു മേഖലയിലേക്ക് പുട്ട് ഫോർത്ത് ചെയ്യാനോ ഒന്നുമുള്ള റൈറ്റ്, ഒന്നും ചെയ്യാതിരിക്കാനുള്ള റൈറ്റ് ആർക്ക് കൊടുക്കുന്നുണ്ട്? പേറ്റന്റിക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, the patentee has a privilege to file the suit for encroachment of his patent and ask for remedies like injunction, compensation and a settlement of profit. ഇനി ആരെങ്കിലും അയാളുടെ റൈറ്റിന്റെ മേലെ എൻക്രോച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്ക് എന്തൊക്കെ റെമഡീസ് അവൈലബിൾ ആണ്? ഇൻജങ്ഷൻ. എന്താണ് ഇൻജങ്ഷൻ? സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ള. പിന്നെ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ പൈസ കിട്ടുക. ഓക്കെ, സെറ്റിൽമെന്റ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ആ ഒരു സാധനം യൂസ് ചെയ്ത് എത്ര പ്രോഫിറ്റ് മറ്റയാൾ ഉണ്ടാക്കി ആ പ്രോഫിറ്റ് ഈ പേറ്റന്റിക്ക് തിരിച്ചു തരാനായിട്ടുള്ളതാണ് നമ്മൾ എന്താ പറയാ, സെറ്റിൽമെന്റ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയാം. ഈ റെമഡീസ് ഒക്കെ ആർക്ക് അവൈലബിൾ ആണ്? പേറ്റന്റിക്ക് അവൈലബിൾ ആണ്. പേറ്റന്റിക്ക് എന്ത് ചെയ്യാം? കൊമേഴ്ഷ്യലി എക്സ്പ്ലോയിറ്റ് ചെയ്യാം. അയാളുടെ ഇൻവെൻഷൻ അല്ലേ, അയാൾക്ക് എത്ര വേണമെങ്കിലും അതുകൊണ്ട് എന്ത് ചെയ്യാം? കൊമേഴ്ഷ്യലി എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ടുള്ള. കൊമേഴ്ഷ്യലി എക്സ്പ്ലോയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാംസ്കാരികമായിട്ട് അതിനെ ചൂഷണം ചെയ്യാനായിട്ടുള്ള റൈറ്റ്. അത് തന്നെയാണോ മീനിങ്? എക്സ്പ്ലിസിറ്റ് എന്താ? എക്സ്പ്ലോയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂഷണം ചെയ്യാന്ന് അർത്ഥം. കൊമേഴ്ഷ്യലി എക്സ്പ്ലോയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക്കലി എത്ര അതുകൊണ്ട് പൈസ ഉണ്ടാക്കാവോ, ഏത് രീതിയിലൊക്കെ അതുകൊണ്ട് വേണമെങ്കിലും അയാൾക്ക് എന്ത് ചെയ്യാം? പൈസ ഉണ്ടാക്കാം എന്നാണ് മീൻ ചെയ്യുന്നത്. കൊമേഴ്ഷ്യലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ആയിട്ട് ബന്ധപ്പെട്ട രീതിയിൽ ഏതൊക്കെ രീതിയിൽ വേണമെങ്കിലും അയാൾക്ക് അതിനെ ചൂഷണം ചെയ്യാം. ദി ഹോൾഡർ ഓഫ് ദി, പക്ഷെ അതിനകത്ത് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ, അത് ബാക്കി നമ്മൾ പഠിക്കുക. അതായത് ഇന്ത്യന്റെ സെക്യൂരിറ്റീനെയും അല്ലെ ഇന്ത്യയിലെ ആളുകൾക്ക് അല്ലെങ്കിൽ സാധാരണക്കാർക്ക് കിട്ടാത്തത് പുറത്തു കൊണ്ട് കൊടുക്കുക, അങ്ങനെയൊന്നും പറ്റില്ല. അതൊക്കെ നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. ഒരു ഇൻവെൻഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ആർക്ക് ബെനിഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാ? എന്തിനാ ഗവൺമെന്റ് ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത്? പബ്ലിക്കിനെ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആരെങ്കിലും ഇപ്പൊ എന്തെങ്കിലും ഒരു ഇന്നോവേഷൻ ഉണ്ടാക്കി അയാൾ ഇതില്ലല്ലോ, ഞാൻ ഇന്ത്യയിലൊന്നും കൊടുക്കില്ല, ഞാൻ അമേരിക്ക കൊണ്ട് കൊടുക്കാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യൻ ഗവൺമെന്റ് അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇന്ത്യൻ പബ്ലിക്കിന്, ഇന്ത്യൻ ജനറൽ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാണ്, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൊട്ടക്ഷൻ ഒക്കെ ഗവൺമെന്റ് കൊടുക്കുന്നത്. അപ്പോൾ ഹോൾഡർ ഓഫ് എൻ എക്സ്ക്ലൂസീവ് പെർമിറ്റ് can also avail the rights given to patentee and can bring a suit if there is an occurrence of encroachment. ഏതെങ്കിലും ഒരു പേറ്റന്റിന്റെ മേലെ എന്തെങ്കിലും ഒരു എൻക്രോച്ച്മെന്റ് ഒക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അതിന് അഗേൻസ്റ്റ് സ്യൂട്ട് ഫയൽ ചെയ്യാം. പിന്നെ a patentee gets a privilege to make changes, alterations of an invention depicted or uncovered in the total determination of primary innovation and get the particular right of a patent by the substantial change in patent as a matter of admission. അതായത് ഓൾറെഡി പേറ്റന്റ് ഗ്രാന്റ് ചെയ്തൊരു സാധനമല്ലേ, അതിൻ്റെ അകത്ത് അയാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? എന്തെങ്കിലും മോഡിഫിക്കേഷനോ സബ്സിക്വന്റ് ആയിട്ട് എന്തെങ്കിലും ചേഞ്ച് ഒക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ അത് കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് അത് വെറുതെ കൊണ്ടുവരാൻ പറ്റില്ല, അതിന് ആദ്യം ആപ്ലിക്കേഷൻ ഒക്കെ കൊടുത്തിട്ട് എന്തെങ്കിലും സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള അമെൻമെന്റ് അതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ അകത്തൊരു അഡീഷനോ ആ ഒരു പെർട്ടിക്കുലർ പേറ്റന്റിൽ ഒരു അഡീഷനോ അല്ലെങ്കിൽ സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിനൊരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് നമുക്ക് ആ പേറ്റന്റിൽ എന്ത് ചെയ്യാം? പേറ്റന്റിക്ക് എന്തെങ്കിലും മോഡിഫിക്കേഷനോ അല്ലെങ്കിൽ അഡീഷനോ ഒക്കെ കൊണ്ടുവരാനായിട്ടുള്ള റൈറ്റും പേറ്റന്റിക്ക് ഉണ്ട്. ക്ലിയർ ആയോ? ഡൗട്ട് ഇല്ലല്ലോ? ഉണ്ടോ? ബാക്കി നാളെ എടുക്കാം, അടുത്ത ക്ലാസ്സിൽ എടുക്കാം. മൺഡേ ഉച്ചയ്ക്ക് ക്ലാസ് വെച്ചാലോ? ഞാൻ ഈ മാസം കൂടെ ഉണ്ടാവുള്ളൂ, ഈ മാസം കൊണ്ട് എനിക്ക് പോർഷൻ എടുക്കാം, അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഒരു വീക്ക് ഫുൾ എടുക്കാം, 2 മണി വരെ. ഈ വീക്കല്ലേ ഈ മന്ത്.